ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4th സ്റ്റാൻഡേർഡിലെ EVS ആണ് കേട്ടോ. എന്താണ് 4ാം ക്ലാസ്സിലെ പരിസര പഠനം. ഓക്കെ, അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്താ നോക്കുക, എന്താണ് ഓർഗാനിസംസ് ആൻഡ് സറൗണ്ടിങ്സ് ആണ് കേട്ടോ. എന്താണ് ജീവികളും ചുറ്റുപാടുകളും എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. നമുക്ക് ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്, ഒരു ഡയറി പോലുള്ള സംഭവം അല്ലേ. നമുക്ക് 28/2024 അല്ലേ. ടുഡേ വി സെലക്ടഡ് എ വാട്ടർ ലില്ലി പോണ്ട് ഫോർ എൻവയോൺമെന്റൽ ഒബ്സർവേഷൻ. വി ട്രാവൽഡ് അലോങ് ദ എഡ്ജ് ഓഫ് ദ പാഡി ഫീൽഡ് ആൻഡ് റീച്ച്ഡ് ദ ബാങ്ക് ഓഫ് ദ പോണ്ട്. From the shade of a tree on the bank, we observed the pond. The water was crystal clear. Water lilies were in full bloom. We noticed various aquatic plants, mosses and fallen leaves on the water. Grasses, vines and shrubs were growing along the bank of the pond. എന്താ അതിന്റെ മീനിങ് നോക്കിയേ. ഇന്ന് ഞങ്ങൾ എന്താ വാട്ടർ ലില്ലി പോണ്ടാണ് ഇന്ന് എൻവയോൺമെന്റൽ സ്റ്റഡി ഒബ്സർവേഷന് വേണ്ടി തെരഞ്ഞെടുത്തത് അല്ലേ. പരിസര നിരീക്ഷണത്തിലായി ഞങ്ങൾ ഇന്ന് തെരഞ്ഞെടുത്ത എവിടെയാണ്, ഒരു ആമ്പൽക്കുളമാണ്. വയൽവരമ്പിലൂടെ യാത്ര ചെയ്ത് കുളക്കരയിലെത്തി. കുളക്കരയിലെ മരത്തണലിൽ നിന്നായിരുന്നു എന്ത് ഞങ്ങളിങ്ങനെ ഒബ്സർവ് ചെയ്ത് നിരീക്ഷിച്ചത് അല്ലേ. നല്ല തെളിഞ്ഞ വെള്ളം, ആമ്പലുകൾ പൂവിട്ട് നിൽക്കുന്നു. ഏതാനും ജലസസ്യങ്ങളും പായലും മരത്തിൽ നിന്ന് കൊഴിഞ്ഞു വീണ ഇലകളും മറ്റും വെള്ളത്തിൽ കാണാം. അപ്പൊ വെള്ളത്തിൽ എന്തൊക്കെയാ ഉള്ളത്, കുറച്ച് പായലുണ്ട്, പിന്നെ മരത്തിൽ നിന്ന് കൊഴിഞ്ഞു വീണ ഇലകളുണ്ട്, ജലസസ്യങ്ങളൊക്കെ അല്ലേ, വാട്ടർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്, അക്വാട്ടിക് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പൊ കുളക്കരയിൽ പുല്ലുകളും വള്ളിച്ചെടികളും കുറ്റിച്ചെടികളും ഒക്കെ എന്താണ് വളർന്നു നിൽക്കുന്നുണ്ട്. കണ്ടവർ ഒബ്സർവ് ചെയ്യാൻ എടുത്ത സ്ഥലം പോണ്ട് അല്ലേ. There were birds, squirrels, chameleons, spiders and ants and other small organisms on the jamun navel tree near the pond. There was plenty of fish in the pond. ഒരുപാട് ഫിഷുകൾ ഉണ്ട് അല്ലേ പോണ്ടിൽ. They occasionally came to the surface and opened their mouths. Frogs, tadpoles, crabs, snails, water snakes and other aquatic organisms were also the inhabitants of the water lily pond. We played by throwing small stones into the pond, creating ripples. We spent a lot of time enjoying the coolness of the pond. അപ്പോൾ നമ്മൾ കുളക്കരയിൽ പോയാൽ എന്താണ്, നമ്മൾ കല്ലൊക്കെ എടുത്ത് ഇങ്ങനെ ട്രിപ്പിളൊക്കെ ചെയ്യൂല്ലേ. അപ്പോൾ അവിടെ എന്താ അവർ ചെയ്ത്, കുളക്കരയിലെ നാവൽ മരത്തിൽ കിളികളും അണ്ണാന്, മരയോന്ത്, ചിലന്തി എന്നിവയും ഉറുമ്പുകൾ ഉൾപ്പെടെയുള്ള ചെറു പ്രാണികളുമുണ്ട്. കുളത്തിൽ നിറയെ മത്സ്യങ്ങളും ഉണ്ടായിരുന്നു. അവ ഇടയ്ക്കിടെ എന്താണ് വെള്ളത്തിന് മുകളിൽ വന്ന് വാ പിളർക്കും. തവള, വാൽമാക്രി, ഞണ്ട്, ഒച്ച്, നീർക്കോലി, ജലപ്രാണികൾ തുടങ്ങിയവയാണെന്ത് ആമ്പൽക്കുളത്തിലെ മറ്റ് ഉള്ള അന്തേവാസികൾ അല്ലേ. കുളത്തിൽ എന്താ ചെറുകല്ലുകൾ ഇട്ട് ഓളങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ കളിച്ചു. കുളക്കരയിലെ കുളിർമയിൽ നേരം പോയത് അറിഞ്ഞതേ ഇല്ല. അപ്പൊ ഇതെന്താ, ആരുടെ ഒബ്സർവേഷൻ ആണിത്, റെയ്നാസ് ഒബ്സർവേഷൻ നോട്ട്സ് ആണ് അല്ലെ. ഡു റീഡ് ദ റെയ്നാസ് ഒബ്സർവേഷൻ നോട്ട്, റെയ്നയുടെ ഒബ്സർവേഷൻ നോട്ട്, നിരീക്ഷണത്തിന്റെ നിങ്ങൾ വായിച്ചില്ലേ. വിച്ച് ഓർഗാനിസം ഡിഡ് യു സീ ഇൻ ദ പോണ്ട്. അപ്പൊ പോണ്ടിൽ കാണുന്ന എന്തൊക്കെയാണ് ഉള്ളത്, പോണ്ടിൽ കാണുന്നത് കുളത്തിൽ എന്തൊക്കെയാ അതിലുള്ളത്, എന്തൊക്കെയാ കുളത്തിലുള്ളത്, എന്തൊക്കെയാ ഇവിടെ നോക്ക്. ഫ്രോഗ്സ്, ടാഡ്പോൾസ്, ക്രാബ്സ്, സ്നെയിൽസ്, വാട്ടർ സ്നേക്സ് ആൻഡ് അതർ അക്വാട്ടിക് ഓർഗാനിസം വർ ഓൾസോ ദ ഇൻഹാബിറ്റൻസ് ഓഫ് ദ വാട്ടർ ലില്ലി പോണ്ട് അല്ലേ. അപ്പൊ എന്താണ് ഇവിടെ ഏതെല്ലാം ജീവികളാണ് കുളത്തിലുള്ളത്, തവള, വാൽമക്രി, ഞണ്ട്, ഒച്ച്, നീർക്കോലി, ജലപ്രാണികൾ തുടങ്ങിയവയാണെന്ത് ആമ്പൽക്കുളത്തിലുള്ള ആൾക്കാർ അല്ലേ. വിച്ച് ഓർഗാനിസംസ് ലിവ്ഡ് ഓൺ ദ ട്രീ. ഇനി മരത്തിലുള്ള ജീവികൾ ഏതൊക്കെയാണ്, ബേർഡ്സ്, സ്ക്വിറൽസ്, കാമലോൺ, സ്പൈഡേഴ്സ്, ആൻഡ്സ് ആൻഡ് അതർ സ്മോൾ ഓർഗാനിസംസ് ഓൺ ദ നാവൽ ട്രീ നിയർ ദ പോണ്ട് അല്ലേ. അപ്പം എന്താണ് കുളക്കരയിലെ നാവൽ മരത്തിൽ എന്തൊക്കെയുണ്ട്, കിളികൾ, അണ്ണാന്, മരയോന്ത്, ചിലന്തി എന്നിവയും ഉറുമ്പുകൾ ഉൾപ്പെടെയുള്ള ചെറു പ്രാണികളുമുണ്ട് അല്ലേ. പിന്നെ കുളത്തിലവിടെ ഫിഷും പറയുന്നുണ്ട് കേട്ടോ. ഫ്രോഗ്, ടാഡ്പോൾസ് മാത്രമല്ല ഫിഷും ഉണ്ട് കേട്ടോ, മീനുകളും ഉണ്ട്. ദെൻ നെക്സ്റ്റ് എന്താ ഇവിടെ പറയുന്നത്, ഡു ഓൾ ഓർഗാനിസംസ് നീഡ് എ പ്ലേസ് ടു ലീവ്. അപ്പൊ എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാൻ ഒരു സ്ഥലം ആവശ്യമുണ്ടോ, ഉണ്ടോ, എല്ലാ ജീവികൾക്കും വസിക്കാൻ സ്ഥലം ആവശ്യമുണ്ടോ, ഉണ്ട് അല്ലേ. യെസ്. ക്യാൻ ഓർഗാനിസം ദാറ്റ് ലീവ് ഇൻ വാട്ടർ ഓൾസോ ലീവ് ഓൺ ലാൻഡ്. എന്താണ്, ജലത്തിൽ വസിക്കുന്ന ജീവികൾക്ക് കരയിൽ ജീവിക്കാൻ കഴിയുമോ, വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾക്ക് എന്താണ് നമ്മളെ വെള്ളമില്ലാത്ത ഈ കരയിലും ജീവിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ചില ജീവികൾക്ക് കഴിയും അല്ലേ. പിന്നെന്താണ്, ഏതൊക്കെയാണ് അതിൽ കഴിയുന്നത്, ഫ്രോഗിന് പറ്റും, പിന്നെന്താണ് പിന്നെന്താ പറ്റുക, ക്രൊക്കോഡൈലിന് പറ്റും അല്ലെ, എന്താണ് തവളക്ക് പറ്റും, മുതലക്ക് പറ്റും, പിന്നെന്താണ് ആമക്ക് പറ്റും. എന്നൊക്കെ എന്താണ് ചില ജീവികൾക്കൊക്കെ എന്താണ് ലാൻഡിലും വാട്ടറിലും ജീവിക്കാൻ പറ്റും അല്ലെ. വൈ കാൻ ഫിഷ് ലീവ് ഓൺ ലാൻഡ്. എന്തുകൊണ്ടാണ് ഈ മീനുകൾക്ക് കരയിൽ വസിക്കാൻ കഴിയാത്തത്? എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ഓക്സിജൻ കിട്ടൂല അല്ലേ കരയിൽ നിന്ന്. ഷെയർ യുവർ ഗസ്, നിങ്ങൾ എന്താണ് ഗസ് നിങ്ങൾ ഷെയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഹാവ് യു ഒബ്സർവ്ഡ് ഇൻ ഫിഷ് ദാറ്റ് ഹെൽപ് ദം ലീവ് ഇൻ വാട്ടർ? എന്താണ്
ജലത്തിൽ വസിക്കാൻ മീനിനെ സഹായിക്കുന്ന എന്തെല്ലാം സവിശേഷതകൾ നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്തൊക്കെ നിങ്ങൾ മീനിനെ നോക്കിയിട്ടുണ്ടാവില്ല അല്ലെ, മത്സ്യത്തിനെ, ഫിഷിനെ നോക്കിയിട്ടുണ്ടാവും അല്ലെ. അപ്പം ഈ വെള്ളത്തിൽ വസിക്കാൻ താമസിക്കാൻ സഹായിക്കുന്ന എന്തെല്ലാം പ്രത്യേകതകളാണ് ഈ മീനുകളിൽ നിങ്ങൾ കണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിയ ഒബ്സർവ് ദ ലെറ്റ്സ് ഡ്രോ ദ പിക്ചർ ഓഫ് എ ഫിഷ്. ഒരു മീനിന്റെ ചിത്രമാണ് അല്ലേ അവിടെ. വാട്ട് ഇസ് ദ ഷേപ്പ് ഓഫ് ദ ഫിഷ്? ഈ മീനിന്റെ ഷേപ്പ് ഏതാണ്? ഒരു ബോട്ടിന്റെ ഒക്കെ ഷേപ്പ് തോന്നുന്നുണ്ടോ? ഹൗ ഡസ് ദിസ് ഷേപ്പ് ഹെൽപ്പ് ദ ഫിഷ് മൂവ് ഇൻ വാട്ടർ? ഒബ്സർവ് ദ ഷേപ്പ് ഓഫ് ബോട്ട്സ്. എന്താണ് ഇവിടെ? മത്സ്യത്തിന്റെ ആകൃതി എങ്ങനെയുള്ളതാണ്? ജലത്തിലൂടെയുള്ള സഞ്ചാരത്തിന് ഈ ആകൃതി എങ്ങനെ സഹായിക്കുന്നു? ഇവിടെ നോക്കിയ ബോട്ടിന്റെ ഒരു ഇതാണ് അല്ലേ. ഈ ബോട്ടുകൾക്ക് എങ്ങനെയാണ്? ഈ ബോട്ടുകൾക്ക് ശരിക്കും മീനിന്റെ ആകൃതിയാണ് വരുന്നത് അല്ലേ. ഇവിടെ നോക്കിയ വഞ്ചികളുടെ ആകൃതി നിരീക്ഷിക്കാൻ അല്ലേ, ഈ കൂർപ്പൊക്കെ വെച്ചിട്ട് അല്ലേ. ഇത് വേറൊരു ടൈപ്പ് അല്ലേ. അപ്പം വിച്ച് ഓഫ് ദീസ് ഷേപ്സ് ഈസ് മോർ സൂട്ടബിൾ ഫോർ ട്രാവലിംഗ് ത്രൂ വാട്ടർ? ഇതിൽ ഏത് ഷേപ്പിലുള്ള ബോട്ടിനാണ്, ഏത് ഷേപ്പിലുള്ള ഇതിനാണ് കൂടുതൽ വെള്ളത്തിലൂടെ സഞ്ചരിക്കാൻ യോഗ്യമായിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജലത്തിലൂടെ സഞ്ചരിക്കുന്നതിൽ ഏത് ആകൃതിയാണ് കൂടുതൽ അനുയോജ്യം? ഈ ആകൃതിയാണ് അല്ലേ. അപ്പം ഹാവ് യു നോട്ടീസ്ഡ് ദ ഹൗ ഫിഷ് മൂവ് ഇൻ വാട്ടർ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മൂവ് ചെയ്യുന്ന എങ്ങനെയാണ് വെള്ളത്തിലൂടെ മീൻ എന്നുള്ളത്? ഹൗ ഡു ദേ ചേഞ്ച് ദെയർ ഡയറക്ഷൻ? ഐറ്റങ്ങൾ എങ്ങനെയാണ് അവറ്റുങ്ങൾ ഡയറക്ഷൻ മാറ്റുന്നത്? ഹൗ ആർ ദെയർ സ്കെയിൽസ് അറേഞ്ച്ഡ്? സ്കെയിൽസ് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവയുടെ ചെതുമ്പലുകളില്ലേ, ചെതുമ്പലുകൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ചെതമ്പലെന്ന് കണ്ടില്ലേ, മീനിന്റെ മേലെ കണ്ടാലേ ചെതുമ്പല്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? വിച്ച് പാർട്ട് ഓഫ് ദെയർ ബോഡി ഹെൽപ്സ് them ബ്രീത്ത്? ഈ ഇതിനെ ബ്രീത്ത് ചെയ്യണില്ല നമുക്ക്, മീനിന് ബ്രീത്ത് ചെയ്യുന്നുണ്ട്, ശ്വസിക്കുന്നുണ്ട്. അപ്പം ഏത് ബോഡി പാർട്ടിലൂടെയാണ് ആ മീനുകൾ എന്താക്കുന്നത്, ശ്വസിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതിലൂടെയാണ്? വാട്ട് ആർ ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ദാറ്റ് ഹെൽപ്പ് ദ ഫിഷ് ലീവ് ഇൻ വാട്ടർ? പിന്നെന്താണ്? ജലത്തിൽ ജീവിക്കാൻ സഹായിക്കുന്ന എന്തെല്ലാം സവിശേഷതകളാണ് മത്സ്യങ്ങൾക്കുള്ളത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതിൻ്റെയൊക്കെ ആൻസർ അവിടെ പറയുന്നത് എന്താണ്? ദ ബോഡി ഷേപ്പ്, ഫിൻസ്, ടെയിൽ, ഫിൻ അറേഞ്ച്മെന്റ് ഓഫ് സ്കെയിൽസ് ആൻഡ് സ്ലിപ്പറി നേച്ചർ ഓഫ് ഫിഷ് ഹെൽപ്പ് ദം മൂവ് ത്രൂ വാട്ടർ. ഫിഷ് ബ്രീത്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗിൽസ്. കേട്ടോ, ഫിഷ് എങ്ങനെയാണ് ബ്രീത്ത് ചെയ്യുന്നത്? ദ ഹെൽപ്പ് ഓഫ് ഗിൽസിലൂടെയാണ് അല്ലേ. ഓക്കെ, ഫിഷ് ബ്രീത്ത് ചെയ്യുന്നത് ഗിൽസിലൂടെയാണ്. അപ്പം ശരീരത്തിന്റെ ആകൃതി, ചിറകുകൾ, വാൽച്ചിറക്, ചെതുമ്പലുകളുടെ ക്രമീകരണം, വഴുവഴുപ്പ് എന്നിവ ജലത്തിലൂടെ സഞ്ചരിക്കുന്നതിന് എന്താണ്? മത്സ്യങ്ങളെ സഹായിക്കുന്നുണ്ട് അല്ലെ. ഈ ഗിൽസ് എന്ന് പറഞ്ഞാൽ ചെകിളപ്പൂക്കളുടെ സഹായത്തോടെയാണ് മത്സ്യങ്ങൾ ശ്വസിക്കുന്നത്. ഓക്കെ, അപ്പൊ ചെകിളപ്പൂക്കളുടെ സഹായത്തോടെയാണ് മത്സ്യങ്ങൾ ശ്വസിക്കുന്നത് അല്ലെ. അപ്പൊ ബ്രീത്ത് ചെയ്യുന്നത് ചെകിളപ്പൂക്കൾ അല്ലെ, ഗിൽസ്. ഓക്കെ, അപ്പൊ ശരീരത്തിന്റെ ആകൃതിയും ചിറകും വാൽച്ചിറകും ചെതുമ്പലുകളുടെ ക്രമീകരണവും വഴുവഴുപ്പ് എന്നിവയൊക്കെ ജലത്തിലൂടെ സഞ്ചരിക്കുന്നതിന് മത്സ്യങ്ങളെ സഹായിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ചെകിളപ്പൂക്കളുടെ സഹായത്തോടെയാണ് മത്സ്യങ്ങൾ ശ്വസിക്കുന്നത്, ബ്രീത്ത് ചെയ്യുന്നത് കേട്ടോ. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ ഷേപ്പ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ഫിഷ്? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെ മത്സ്യങ്ങളുടെ വിവിധ സവിശേഷതകൾ മനസ്സിലാക്കിയല്ലോ. ഇനി സവിശേഷതയുള്ള ചില സസ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. മത്സ്യത്തിനെ കുറിച്ച് നമ്മളിപ്പോൾ പരിചയപ്പെട്ടു അല്ലേ. ഇനി എന്താണ്? നമുക്ക് സസ്യങ്ങൾ അല്ലെ, പ്ലാന്റ്സിനെ നമുക്ക് പരിചയം. ഒബ്സർവ് ദ പിക്ചർ. ഈ ചിത്രം നോക്കിയേ, ഇത് എവിടെയും കണ്ടിട്ടുണ്ട് നിങ്ങൾ? വാട്ട് ആർ ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ദീസ് പ്ലാന്റ്സ്? വാട്ട് സ്പെഷ്യൽ അബൌട്ട് ദെയർ സ്റ്റെം? വാട്ട് മേക്ക് ദം ഡിഫറെന്റ് ഫ്രം അതർ പ്ലാന്റ്സ്? ഡിസ്കസ് ആൻഡ് റൈറ്റ് മൈ എൻവയോൺമെന്റൽ സയൻസ് ഡയറി. എന്താണ് ഈ സസ്യങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇതിന്റെ സ്റ്റെമ്മ്, തണ്ടിന്റെ പ്രത്യേകത എന്താണ്? മറ്റ് ചെടികളിൽ നിന്ന് വ്യത്യസ്തമായി എന്തെല്ലാം പ്രത്യേകതകളാണ് ഈ ഇവക്കുള്ളത്? ചർച്ച ചെയ്ത് നിങ്ങളുടെ ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എവിടെയാണ് കണ്ടുവരുന്നത്? Plants of the desert, xerophytes. എന്താണിത്? Desert plants may have no leaves or have small leaves or thorns. അല്ലേ, ഇതൊക്കെ ഡെസേർട്ട് ആണ് അല്ലേ, ഡെസേർട്ടിലാണ് കണ്ടുവരുന്നത് അല്ലേ. Their stem, ഡെസേർട്ട് പറഞ്ഞാൽ എന്താണ്? മരുഭൂമി അല്ലേ. Their stems are thick, green and can store water. A waxy coating on their stem helps them prevent water loss. The deep roots of these plants absorb water from great depths. Such desert plants are known as xerophytes. All these features enable them to survive in desert. അപ്പൊ എന്താ ഇവിടെ പറയുന്നത്? മരുഭൂമിയിലെ സസ്യങ്ങൾ അല്ലെ, മരുരൂഹങ്ങൾ എന്ന് പറയും അല്ലെ. മരുഭൂമിയിലെ സസ്യങ്ങൾ ഇലയില്ലാത്തതോ ചെറിയ ഇലകൾ ഉള്ളതോ മുള്ളുകൾ ഉള്ളതോ ആകാം അല്ലെ, തോണ്ടതോ അല്ലെങ്കിൽ ചെറിയ സ്മോൾ ലീവ്സ് ഉള്ളതോ ആയിരിക്കും അല്ലെ. ചിലപ്പോൾ ഇലയും ഉണ്ടാവില്ല. അങ്ങനത്തതാണ് എന്ത്? ഡെസേർട്ടിലുള്ള മരുഭൂമിയിലുള്ള പ്ലാന്റ്സ് എന്ന് പറയുന്നത് അല്ലെ, സസ്യങ്ങൾ. അവയുടെ തണ്ടുകൾ കനമുള്ളവയും പച്ച നിറമുള്ളവയും
അതിൻ്റെ തണ്ടുകൾ എന്താണ് നല്ല കനം ഉണ്ടായിരിക്കും, പിന്നെ പച്ച നിറവും ഉണ്ടാവും അല്ലേ. പിന്നെ എന്താണ് വെള്ളം സംഭരിച്ച് വെക്കാൻ കഴിയുന്നവയുമാണ് കേട്ടോ, വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയുന്നവയാണ്. തണ്ടുകളിൽ മെഴുകു പോലെയുള്ള ഒരു ആവരണമുണ്ട്. ഈ തണ്ടുകളിലൊക്കെ എന്താണ് ഒരു മെഴുകു പോലെയുള്ള ഒരു ആവരണമുണ്ട്. ഈ ആവരണം എന്തിനാ അറിയുക? ഈ വെള്ളം നഷ്ടം തടയാൻ അവയെ സഹായിക്കുന്നു അല്ലേ. വെള്ളം നഷ്ടപ്പെടാതിരിക്കാനാണ് എന്താക്കുന്നത് ഈ മെഴുകു പോലെയുള്ള ഒരു ആവരണം കൊടുക്കുന്നത് അല്ലേ. മണ്ണിലേക്ക് വളരെയധികം താഴ്ന്നിറങ്ങാൻ കഴിവുള്ള അവയുടെ വേരുകൾ എന്താണ് ആഴത്തിൽ നിന്ന് പോലും എന്താണ് വെള്ളം വലിച്ചെടുക്കും അല്ലെ. മണ്ണിലേക്ക് വളരെയധികം താഴ്ന്നിറങ്ങാൻ കഴിവുള്ള അവയുടെ വേരുകൾ എന്താണ് നല്ല ആഴത്തിൽ പോയിട്ട് അവിടുന്ന് എന്താണ് ആഴത്തിലുള്ള വെള്ളം വലിച്ചെടുക്കും. മരുഭൂമിയിലെ സസ്യങ്ങൾ എന്താണ് മരുരൂഹങ്ങൾ, ക്സെറോഫൈറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഡെസേർട്ടിലെ പ്ലാന്റ്സിന് എന്താ അറിയപ്പെടുന്നത്? ക്സെറോഫൈറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ മരുഭൂമിയിലെ സസ്യങ്ങൾ എന്താണ് മരുരൂഹങ്ങൾ, ക്സെറോഫൈറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. മേൽ സൂചിപ്പിച്ച സവിശേഷതകളെല്ലാം എന്താണ് മരുഭൂമിയിൽ വസിക്കുന്നതിന് എന്താണ് അവയെ പ്രാപ്തമാക്കുന്നുണ്ട് അല്ലെ. ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മരുഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ എന്താണ് ഉണങ്ങി ഇതായി പോകൂല്ലേ. ഓക്കെ, അപ്പം അതാണെന്ത് ഈ ക്സെറോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഇനി എന്താണ് അഡാപ്റ്റേഷൻ നോക്കിയേ. Plants and animals have body features that help them survive in their specific environments. Any body features that helps an organism survive in its environment is called adaptation. അപ്പോൾ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിനും ആനിമൽസിനും ഒരു ബോഡി ഫീച്ചർ ഉണ്ട്, അത് അവരെ സഹായിക്കുന്ന ഒരു സ്പെസിഫിക് എൻവയോൺമെന്റിൽ സർവൈവ് ചെയ്യാൻ. എനി ബോഡി ഫീച്ചർ ദാറ്റ് ഹെൽപ്സ് ആൻ ഓർഗാനിസം സർവൈവ് ഇൻ ഇറ്റ്സ് എൻവയോൺമെന്റ് ഈസ് കോൾഡ് എന്താണ് അഡാപ്റ്റേഷൻ അല്ലേ. ഒരു ഓർഗാനിസത്തിനെ അതിൻ്റെ എൻവയോൺമെന്റിൽ ജീവിക്കാൻ പ്രാപ്തമാക്കുന്ന ബോഡി ഫീച്ചറാണ് എന്ത് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് അനുകൂലം നമ്മുടെ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും അവ ജീവിക്കുന്ന ചുറ്റുപാടിന് അനുയോജ്യമായ ശാരീരിക സവിശേഷതകളുണ്ട് അല്ലെ. എന്താണ് പ്ലാന്റ്സിനും ആനിമൽസിനും എന്താണ് അവർ ജീവിക്കുന്ന എൻവയോൺമെന്റിൽ ചുറ്റുപാടിന് എന്താണ് അതിന് അനുയോജ്യമായ ഒരു ബോഡി ഫീച്ചർ ഉണ്ട്, ശാരീരിക എന്താണ് സവിശേഷതകളുണ്ട്. ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുന്നതിന് സഹായകമായ ശാരീരിക സവിശേഷതയാണ് എന്ത് ഈ അനുകൂലനം അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുന്നതിന് സഹായകമായ അതിൻ്റെ ബോഡി ഫീച്ചർ അല്ലേ ശാരീരിക സവിശേഷതയാണ് എന്ത് ഈ അനുകൂലനം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ എന്താണ് അനുകൂലനം എന്നുള്ളത്, അഡാപ്റ്റേഷൻ എന്നുള്ളത് എന്താണെന്ന് മനസ്സിലായല്ലോ. ബോഡി ഫീച്ചറാണ് അല്ലേ, അതിൻ്റെ എൻവയോൺമെന്റിൽ ജീവിക്കാനുള്ള ഒരു ബോഡി ഫീച്ചർ പ്ലാന്റ്സിനാണെങ്കിലും അനിമൽസിനാണെങ്കിലും ഉണ്ടാവും. ആ ബോഡി ഫീച്ചറിനാണ് എന്ത് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കിയാൽ ഇവിടെ രണ്ടാൾക്കാർ സംസാരിക്കുകയാണല്ലേ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, വി ഫ്ലോട്ട് ഇൻ വാട്ടർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എയർ സാക്സ് ഇൻ അവർ സ്റ്റം. അപ്പൊ ഞങ്ങൾ എന്താ വെള്ളത്തിൽ എന്താണ് തണ്ടുകളിലെ വായു അറകളുടെ സഹായത്തോടെയാണ് ഞങ്ങൾ എന്താക്കുന്നത് വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്നതെന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ് ഫ്രോഗ് പറയുന്നത്, വി ക്യാൻ സ്വിം ഇൻ വാട്ടർ ആസ് അവർ ഫിംഗേഴ്സ് ആർ കണക്റ്റഡ് വിത്ത് സ്കിൻ. ഞങ്ങൾ എന്താണ് വിരലുകൾ തമ്മിൽ ചർമ്മത്താൽ ബന്ധിച്ചിരിക്കുന്നത് മൂലമാണ് വെള്ളത്തിലൂടെ നീന്താൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് പറഞ്ഞു അല്ലെ. വിരലുകൾ തമ്മിൽ എന്താണ് ഞങ്ങളുടെ സ്കിന്നിനാൽ ബന്ധിച്ചിരിക്കുകയാണ് അല്ലെ, അതുമൂലം എന്താണ് ഞങ്ങൾക്ക് വെള്ളത്തിലൂടെ നീന്താൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നാണ് ഈ ഫ്രോഗ് പറയുന്നത് അല്ലെ. അപ്പൊ രണ്ടുപേരുടെയും ഈ കോൺവെർസേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അല്ലെ. ഹാവ് യു ലിസൺ ടു ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ വാട്ടർ ലില്ലി ആൻഡ് ദ ഫ്രോഗ്. ഈ ഫ്രോഗിന്റെയും വാട്ടർ ലില്ലിയുടെയും കോൺവെർസേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അല്ലെ. ഡിസ്കസ് ആൻഡ് റൈറ്റ് മോർ അബൌട്ട് ദെയർ അഡാപ്റ്റേഷൻ. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്, അപ്പോൾ ഇനി ഇവരെ കൂടുതലായിട്ടില്ല ആമ്പലും തവളയാണല്ലേ പറയുന്നത്, അവയുടെ കൂടുതൽ അഡാപ്റ്റേഷൻ അനുകൂലനങ്ങൾ ചർച്ച ചെയ്ത് എഴുതാനാണ്. ആമ്പലിൻ്റെ എവിടെയും തവളൻ്റെ എവിടെയും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താ വാട്ടർ ലില്ലിക്കുള്ള പ്രത്യേകത എന്തൊക്കെയാണ്, അതുപോലെ ഫ്രോഗിന് എന്തൊക്കെയുണ്ട് എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് എഴുതി നോക്കാം. വിച്ച് ഓർഗാനിസംസ് ഡിഡ് യു സീ ഇൻ ദ പോണ്ട് അല്ലെ. എന്തൊക്കെയാണ് ഫിഷ്, ഫ്രോഗ്, വാട്ടർ, സ്നേക്ക്, സ്നെയിൽസ്, ഇൻസെക്ട്, ക്രാബ്സ് ഒക്കെ അല്ലെ. വിച്ച് ഓർഗാനിസംസ് lived on the tree? Birds, squirrel, ants, chameleons. Do all organisms need a place to live? Yes. Can organisms that live in water also live on land? Not all living things that live in water can be live on land. Why can't fish live on land? Because they breathe through gills which work only in water. ഗിൽസിലൂടെയാണ് എന്താക്കുന്നത് ബ്രീത്ത് ചെയ്യുന്നത് അല്ലേ. സോ എന്താണ് വെള്ളത്തിലൂടെ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ അല്ലേ. വാട്ട് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഹാവ് ബീൻ ഒബ്സർവ്ഡ് ഇൻ ഫിഷ് ദാറ്റ് ഹെൽപ് ദം ലിവ് ഇൻ വാട്ടർ. എന്ത് സ്പെഷ്യൽ ഫീച്ചറാണ് ഈ ഫിഷിൽ ഒബ്സർവ് ചെയ്തതെന്നാണ്. എ ബോട്ട് ലൈക്ക് ഷേപ്പ് അല്ലേ. എ ബോട്ട് ലൈക്ക് ഷേപ്പ് ഹെൽപ്സ് ഫിഷ് മൂവ് ത്രൂ വാട്ടർ. എ സ്ലിമ്മി ബോഡി ഹെൽപ്സ് ദം. Tightly arranged scales protect them from heat and cold eyes on both sides of the head give them a wider view. Okay.
ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, വാട്ട് ഇസ് ദ ഷേപ്പ് ഓഫ് ദ ഫിഷ് എന്ന്, അല്ലെ? ഈ ഡോട്ടുമ്പോൾ കൂടി നിങ്ങൾ വരയ്ക്കണം കേട്ടോ. ഓക്കെ, ഇനി എന്താണ് ഷേപ്പ് ഓഫ് ഫിഷ്? എന്താണ് ഷേപ്പ് ഓഫ് ദ ഫിഷ് ലൈക്ക് എ ബോട്ട്. ഇനി എന്താണ്, ഹാവ് യു നോട്ടീസ്ഡ് ഹൗ ഫിഷ് മൂവ് ഇൻ വാട്ടർ? അപ്പോൾ ഇതിൽ ഏതാണ് മൂവ് ചെയ്യുന്ന പിക്ചർ 1 അല്ലെ? എന്താണ് പറഞ്ഞിരിക്കുന്നത്? വിച്ച് ഓഫ് ദീസ് ഷേപ്സ് ഈസ് മോർ സൂട്ടബിൾ ഫോർ ട്രാവലിംഗ് ത്രൂ വാട്ടർ? വെള്ളത്തിലൂടെ ഏത് ഷേപ്പാണ് കൂടുതൽ ട്രാവൽ ചെയ്യാൻ നല്ലതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ എന്താ പിക്ചർ 1 അല്ലേ? ഹൗ ഡു ദേ ചേഞ്ച് ഇൻ ദെയർ ഡയറക്ഷൻ? അവരുടെ ഡയറക്ഷൻ എങ്ങനെയാണ് മാറുന്നത്? ദേ ചേഞ്ച് ഡയറക്ഷൻ യൂസിങ് ദെയർ ഫിൻസ് ആൻഡ് ടെയിൽ. ടെയിലിൻ്റെയും ഫിൻസിൻ്റെയും ഉപയോഗിച്ചിട്ടാണ് എന്ത് അവരുടെ ഡയറക്ഷൻ മാറുന്നത് അല്ലേ, മീനുകളുടെ. ഹൗ ആർ ദെയർ സ്കെയിൽസ് അറേഞ്ച്ഡ്? എങ്ങനെയാണ് നിങ്ങളെ സ്കെയിൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ടൈറ്റ്ലി അറേഞ്ച്ഡ് സ്കെയിൽസ് പ്രൊട്ടക്ട് ദം ഫ്രം ഹീറ്റ് ആൻഡ് കോൾഡ്. ഓക്കെ, എന്താണ് ടൈറ്റ്ലി അറേഞ്ച്ഡ് ആണ് അല്ലേ, സ്കെയിൽസിനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത് ഹീറ്റിൽ നിന്നും കോൾഡിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് അല്ലേ. പിന്നെ വിച്ച് പാർട്ട് ഓഫ് ദെയർ ബോഡി ഹെൽപ്സ് ദം ബ്രീത്ത്? ബ്രീത്ത് ചെയ്യുന്നത് ഏതിൻ്റെ സഹായത്തോടു കൂടിയാണ്? ഗിൽസ്. ഗിൽസിൻ്റെ സഹായത്തോടു കൂടിയാണ് എന്താക്കുന്നത്, ബ്രീത്ത് ചെയ്യുന്നത്. ഇനി വാട്ടർ ലില്ലിൻ്റെയും ഫ്രോഗിൻ്റെയും അഡാപ്റ്റേഷൻ ആണ് അല്ലേ? അപ്പോൾ വാട്ടർ ലില്ലിൻ്റെ അഡാപ്റ്റേഷൻ എന്തൊക്കെയാണ്? സ്ട്രോങ് റൂട്ട് സിസ്റ്റം ആണ്. ഇറ്റ് ഡസൻ നോട്ട് ഡീകേ ഇൻ വാട്ടർ അല്ലേ? അതെന്താണ് വെള്ളത്തിൽ ചീഞ്ഞു പോകില്ല അല്ലേ? ദ ഫ്ലവർ റിമെയിൻസ് എറക്റ്റ് അബവ് ദ വാട്ടർ ലെവൽ. അതാ എന്താ ഫ്ലവർ എന്താക്കും? അതിൻ്റെ വാട്ടർ ലെവലിലായിട്ട് ഫ്ലവർ വിരിയും അല്ലേ? ഇനി ഫ്രോഗിൻ്റെ എന്താണ്? ദ സ്ലിപ്പറി ബോഡിയാണ് അല്ലേ? ദ ലിംസ് ഹെൽപ്പ് ടു ഹോപ്പ് ഓൺ ലാൻഡ് അല്ലെ? ചാടാൻ അതിൻ്റെ ലിംസ് ആണ് സഹായിക്കുന്നത്. ദ ഫീറ്റ് ഓഫ് ഫ്രോഗ്സ് ആർ ഷേപ്ഡ് ടു ഹെൽപ്പ് ദം സ്വിം. അതിൻ്റെ ഫ്രോഗിൻ്റെ ഫീറ്റ് ആണ് എന്താക്കുന്നത്, നിങ്ങൾ നീന്താൻ സഹായിക്കുന്നത്. ഇനി ഒബ്സർവ് ദ പിക്ചേഴ്സ്. വേർ ഡു ദീസ് ആനിമൽസ് ലിവ്? ഈ ആനിമൽസ് ഒക്കെ എവിടെയാണ് ജീവിക്കുന്നത്? അതൊക്കെ എന്താണ്, ഈ ഗോട്ട് അല്ലേ, ആടെ എവിടെയാണ്? ലാൻഡിലാണ്. ഈ ഫിഷ് എന്താണ്, മീനാണെങ്കിലോ അത് വാട്ടറിൽ അല്ലേ. ഈ ഇതാണ് ടോർട്ടോയ്സോ ലാൻഡിലും വാട്ടറിലും ജീവിക്കുന്നതാണ് അല്ലേ. ഓക്കെ, റൈറ്റ് ദ നെയിംസ് ഓഫ് അതർ ആനിമൽസ് യു ആർ ഫെമിലിയർ വിത്ത് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പോൾ എന്താണ്, നിങ്ങൾ ആനിമൽസിൻ്റെ വേറെ ആനിമൽസിൻ്റെയും പേര് എഴുതിയിട്ട് എന്താണ് അതെവിടെയാണ് താമസിക്കുന്നതുള്ളതും അതുപോലെ എന്താണ് അതിൻ്റെ ഈ ടേബിൾ കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് പരിചിതമായ മറ്റ് ജീവികളുടെ പേരുകൾ എഴുതി എന്താക്കുക, ടേബിൾ കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ ഫസ്റ്റ് എന്താണ് പറയുന്നത്, ആനിമൽസ് ലീവ് ഓൺ ലാൻഡ്. എന്താണ് ലാൻഡിൽ ജീവിക്കുന്നത്. ആനിമൽസ് ലീവ് ഇൻ വാട്ടർ. എന്താ വാട്ടറിൽ ജീവിക്കുന്നത് അല്ലേ? ആനിമൽസ് ലീവ് ഓൺ ലാൻഡ് ആൻഡ് വാട്ടർ. ആനിമൽസ് വെള്ളത്തിലും അതുപോലെ എന്താണ് ലാൻഡിലും ജീവിക്കുന്നത്. നോക്കുക, ആനിമൽസ് ലീവ് ഓൺ ലാൻഡ്. കൗ, ഗോട്ട്, കാറ്റ്, ടൈഗർ അല്ലേ, ലാൻഡിലാണ് അല്ലേ. ഇനി ആനിമൽസ് ലീവ് ഇൻ വാട്ടർ. ഫിഷ്, ഡോൾഫിൻ, വെയിൽ, ഒക്ടോപ്പസ് ഒക്കെ എന്താണ് ലീവ് ഇൻ വാട്ടർ ആണ് അല്ലേ. ഇനി ആനിമൽസ് ലീവ് ഓൺ ലാൻഡ് ആൻഡ് വാട്ടർ ഏതാണ്? ഫ്രോഗ്, ടർട്ടിൽ, ക്രൊക്കോഡൈൽ ഇതൊക്കെ അല്ലേ. ഇനി നോക്കുക, ആനിമൽസ് ലീവ് ഓൾസോ ഇൻ ഡെസേർട്ട് ആൻഡ് പോളാർ റീജിയൻസ്. വാട്ട് ആർ ദർ അഡാപ്റ്റേഷൻസ്? അപ്പോൾ എന്താ മരുഭൂമിയിലും അതുപോലെ പോളാർ റീജിയൻ ധ്രുവ പ്രദേശങ്ങളിലും എന്താണ് ജീവികൾ ജീവിക്കുന്നുണ്ട് അല്ലേ. എന്തെല്ലാം അഡാപ്റ്റേഷനാണ്, അനുകൂലനങ്ങളാണ് അവയ്ക്കുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ ക്യാമൽ പറയുന്നത് നോക്കിയേ, ദ ഫാറ്റ് ഇൻ അവർ ഹംപ് ഹെൽപ്പ് us to survive the desert for days without drinking water. എന്താണ് മരുഭൂമിയിൽ ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നത് എന്താണ്? ഈ മുതുകിലുള്ള കൊഴുപ്പാന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം മരുഭൂമിയിൽ ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ കുടിക്കാതെ തന്നെ എന്താണ് ദിവസങ്ങളോളം ജീവിക്കാൻ എന്താണ് ഈ ക്യാമലിന് കഴിയുന്നുണ്ട് അല്ലേ. അപ്പം എന്താണ് കാരണം? അതിൻ്റെ ഈ മുതുക് ഇവിടെ കണ്ടില്ല, ഒരു ഹമ്പ്, ആ ഹമ്പിലുള്ള ഫാറ്റാണ് അല്ലേ. അപ്പോൾ ഈ ഹമ്പിലുള്ള ഫാറ്റാണ് എന്താക്കുന്നത് ആ ഡെസേർട്ടിൽ ഒരുപാട് ദിവസം വെള്ളം കുടിക്കാതെ ഇവർക്ക് ജീവിക്കാൻ കഴിയുന്നു അല്ലേ. ഇനി എന്താ ഈ പെൻഗ്വിൻ പറയുന്ന നോക്കിയേ, ദ ഫാറ്റ് അണ്ടർ അവർ സ്കിൻ പ്രൊട്ടക്ട് അസ് ഫ്രം ദ എക്സ്ട്രീം കോൾഡ് ഇൻ പോളാർ റീജിയൻ. എന്താണ് ഈ ഫാറ്റ് അണ്ടർ അവർ സ്കിൻ പ്രൊട്ടക്ട് അസ് ഫ്രം എക്സ്ട്രീം കോൾഡ് ഇൻ ദ പോളാർ റീജിയൻ. എന്താണ് സ്കിന്നിൻ്റെ അടിയിൽ അല്ലേ, ത്വക്കിൻ്റെ അടിയിൽ എന്താണ് കൊഴുപ്പാണ് അല്ലേ. അപ്പൊ സ്കിന്നിൻ്റെ അടിയിലുള്ള ഒരു ഫാറ്റ് ആണെന്ത് ഈ പോളാർ റീജിയനിലെ ധ്രുവ പ്രദേശത്തെ ഭയങ്കരമായിട്ടുള്ള തണുപ്പാണല്ലോ അവിടെ അല്ലേ. അതിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്നത് എന്താണ്? ആ സ്കിന്നിൻ്റെ അടിയിലുള്ള ആ ഫാറ്റാണ് അല്ലേ. ഈ തണുപ്പിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്നതെന്നാണ് ഈ പെൻഗ്വിൻ പറയുന്നത് അല്ലേ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അഡാപ്റ്റേഷൻ കണ്ടില്ലേ. അപ്പം ഈ അഡാപ്റ്റേഷനൊക്കെ എന്താണ് ആ എൻവയോൺമെന്റിൽ ജീവിക്കാനാണ് ഈ ജീവികൾക്ക് കഴിയുന്നത് അല്ലേ. Find other adaptations of camel and penguin. Discuss with your friends and write them in the table. ഇനി എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്താണ് ഈ ഒട്ടകത്തിനും പെൻഗ്വിനുമുള്ള മറ്റ് അഡാപ്റ്റേഷൻസ് അനുകൂലനങ്ങൾ കണ്ടെത്തി ചർച്ച ചെയ്തിട്ട് എന്താണ് ഈ ടേബിളിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ക്യാമൽ, പെൻഗ്വിന്. ഓക്കെ, ക്യാമൽ, പെൻഗ്വിൻ്റെ ഒക്കെ അഡാപ്റ്റേഷൻ എന്താ?
എന്താണ് ഫാറ്റ് ഇൻ ഹംബ് അല്ലെ, വൈഡ് ഫീറ്റ് ടു വാക്ക് ഓൺ സാൻഡ്, തിക് ഫർ ടു പ്രൊട്ടക്ട് ഹീറ്റ്. ഇതൊക്കെയാണ് എന്ത് ക്യാമലിന്റെ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ഫാറ്റ് ഇൻ ഹംബ് അല്ലെ, അതിന്റെ ഹംബിൽ ഒരു ഫാറ്റ് ഉണ്ട്. പിന്നെ എന്താണ് നടക്കാൻ സാൻഡിലൂടെ നടക്കാൻ എന്താണ് ഒരു വൈഡ് ആയിട്ടുള്ള ഒരു കുളമ്പിൽ എന്തുണ്ട് വൈഡ് ഫീറ്റ് ടു വാക്ക് ഓൺ സാൻഡ് അല്ലേ. പിന്നെ തിക്ക് ഫർ ടു പ്രൊട്ടക്ട് ഹീറ്റ്, പിന്നെ എന്താണ് തിക്കായിട്ടുള്ള ഒരു രോമാണ് ഇതിനുള്ളത്. അപ്പോൾ എന്താണ് അത് ഹീറ്റിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും. ഓക്കെ, ഈ പെങ്കിന്റെ അഡാപ്റ്റേഷൻ എന്താണ് തിക്ക് ഫാറ്റ് സ്കിൻ ഫോർ എനർജി അല്ലേ, എന്താണ് ഒരു തിക്ക് ഫാറ്റ് സ്കിന്നാണ് ഇതിനുള്ളത്. ഫ്ലിപ്പർ ലൈക്ക് വിങ്സ് ടു സ്വിം, തിക്ക് ഫെദർ ആൻഡ് ഫാറ്റ്. ഇതൊക്കെയാണ് എന്ത് പെങ്കിന്റെ അഡാപ്റ്റേഷൻ. നെക്സ്റ്റ് എന്താന്ന് നോക്കിയേ, എന്താണ് എ ലൈഫ് വിത്തൗട്ട് ഡ്രിങ്കിങ് വാട്ടർ, എന്താണ് ഒരു വെള്ളമില്ലാതെ അല്ലെ, വെള്ളമില്ലാത്തൊരു വെള്ളം കുടിക്കാതെയും ഒരു ജീവിതം എന്നുള്ളതാണ് അല്ലെ. എന്താണത് കങ്കാരു റാറ്റ് അല്ലെ. ദ കങ്കാരു റാറ്റ് ഈസ് എ സ്മോൾ ആനിമൽ ഫൗണ്ട് ഇൻ ദ ഡെസേർട്ട്. ഇറ്റ് ഹാസ് മെനി അഡാപ്റ്റേഷൻസ് ഫോർ ലിവിംഗ് ഇൻ ദ ഡെസേർട്ട്. ഇറ്റ് ഡിഗ്സ് വെരി ഡീപ് burrows to survive the heat of the day and lives inside them. It hunts for prey at night. It can live without drinking any water. It gets the water it needs from its main food such as grains, seeds and also from its body fat. Water loss through sweat or urine is very low. It moves by hopping like a kangaroo using its long hind legs. It can store grains and seeds in the pouch in its cheeks. എന്താ അവിടെ പറയുന്നത് ഈ കങ്കാരു റാറ്റിനെ കുറിച്ചിട്ട് എന്താ പറയുന്നത്? കങ്കാരു റാറ്റ് എന്ന് പറയുന്നത് സ്മോൾ ആനിമൽ ആണ്, ഡെസേർട്ടിലാണ് കാണുന്നത്. എന്താണ് കങ്കാരുവരി? ഡെസേർട്ടിൽ കാണപ്പെടുന്ന അല്ലെ, മരുഭൂമിയിൽ കാണപ്പെടുന്ന ഒരു ചെറിയ ജീവിയാണ് എന്ത് കങ്കാരു റാറ്റ് എന്ന് പറയുന്നത്. മരുഭൂമിയിൽ ജീവിക്കുന്നതിനുള്ള നിരവധി അഡാപ്റ്റേഷൻസ് അനുകൂലനങ്ങൾ എന്താണ് ഇതിനുണ്ട് അല്ലെ. പകൽ സമയത്തെ ചൂട് അതിജീവിക്കുന്നതിന് എന്താണ് വളരെ ആഴത്തിൽ മാളങ്ങൾ ഉണ്ടാക്കി അതിനുള്ളിൽ ജീവിക്കുന്നു. രാത്രി കാലങ്ങളിലാണ് എന്ത് ഇര തേടുന്നത് ഇറ്റിങ്ങൾ അല്ലെ. ഒട്ടും തന്നെ വെള്ളം കുടിക്കാതെ ജീവിക്കാൻ ഇവയ്ക്ക് കഴിയും. പ്രധാന ആഹാരമായ ധാന്യങ്ങളിൽ നിന്നും വിത്തുകളിൽ നിന്നും ശരീരത്തിലെ കൊഴുപ്പിൽ നിന്നും ഇവയ്ക്ക് ആവശ്യമായ ജലം ലഭിക്കുന്നുണ്ട് അല്ലെ. വെള്ളം കുടിക്കാതെ ഇറ്റിങ്ങൾ കഴിയും. ഈ എങ്ങനെയാണത് പ്രധാന ആഹാരമായ ധാന്യങ്ങളിൽ നിന്നും വിത്തുകളിൽ നിന്നും ശരീരത്തിലെ കൊഴുപ്പിൽ നിന്നും ഇവയ്ക്ക് ആവശ്യമായ വെള്ളം ലഭിക്കുന്നു. വിയർപ്പിൽ നിന്നും. അപ്പോൾ എന്താണ് ഇവിടെ അതിന്റെ പ്രധാന ആഹാരമായ ധാന്യങ്ങളിൽ നിന്നും വിത്തുകളിൽ നിന്നും എന്താണ് ശരീരത്തിലെ കൊഴുപ്പിൽ നിന്നും ഇവയ്ക്ക് ആവശ്യമായ ജലം ലഭിക്കുന്നു അല്ലെ. വിയർപ്പിലൂടെയും അതുപോലെ എന്താണ് സ്വെറ്റ്, SWEAT, സ്വെറ്റ് എന്ന് പറഞ്ഞാൽ വിയർപ്പ് കേട്ടോ. മൂത്രത്തിലൂടെയും യൂറിനിലൂടെയൊക്കെ ആണ് ജലനഷ്ടം വളരെ കുറവാണ് അല്ലെ. അപ്പോൾ അധികം വിയർപ്പും മൂത്രമൊക്കെ പോകുന്ന കുറവാണ് അല്ലെ. നീളം കൂടിയ പിൻകാലുകൾ ഉപയോഗിച്ച് എന്താണ് കങ്കാരുവിനെ പോലെ ഹോപ്പ് ചെയ്തിട്ട് അല്ലെ ചാടിച്ചാടിയാണ് സഞ്ചരിക്കുന്നത്. കവിൾ ഭാഗത്തുള്ള സഞ്ചിയിൽ ധാന്യങ്ങളും വിത്തുകളും ശേഖരിച്ചു വെക്കാനും കഴിയില്ല. കവിൾ ഭാഗത്തുള്ള സഞ്ചിയിൽ എന്താണ് ഈ ധാന്യങ്ങളും വിത്തുകളും ഒക്കെ എന്താണ് ശേഖരിച്ചു വെക്കാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഇതാണെന്ത് അത് ഈ കങ്കാരു റാറ്റിന്റെ കേട്ടോ. അപ്പൊ ആദ്യം എന്താ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അർത്ഥം. ഓക്കെ, അർത്ഥം മനസ്സിലാക്കിയ ശേഷം എന്താക്കുക നിങ്ങളത് പഠിക്കുക. ഓക്കെ, കാണാപ്പാഠം പഠിക്കരുത്, നിങ്ങൾ എന്താക്കുക അർത്ഥം മനസ്സിലാക്കുക എന്താന്നുള്ളത്, എന്നിട്ട് എന്താക്കുക അതിനനുസരിച്ച് നിങ്ങളത് പഠിക്കുക കേട്ടോ. കാണാപ്പാഠം പഠിക്കരുത്, എക്സാം ആകുമ്പോഴത്തേനും മറന്നു പോകും, അതുകൊണ്ടാണ് കേട്ടോ. നെക്സ്റ്റ് നോക്കൂ, ഇവിടെ ഒരു ക്രെയിനും ഉണ്ട്, ഒരു ഫിഷും ഉണ്ട് അല്ലെ. അവർ തമ്മിൽ സംസാരിക്കുന്നത് എന്താണ്? വി ഹാവ് എവറിത്തിങ് വി നീഡ് ടു ലീവ് ഇൻ ദ ഫീൽഡ്. എന്താണ് നമുക്ക് ആവശ്യമുള്ളതൊക്കെ എന്താണ് ഈ ഫീൽഡ് അല്ലെ, എല്ലാം ഉണ്ട് അല്ലെ. വി ഹാവ് എവറിത്തിങ് വി നീഡ് ഇൻ ദ പോണ്ട്. അപ്പൊ എന്താ ഇവിടെ പറയുന്നത്? ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായതെല്ലാം എന്താണ് ഫീൽഡിലുണ്ട്, വയലിലുണ്ട് അല്ലെ. അപ്പൊ ഫിഷ് പറയുന്നതോ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം എന്താണ് ഈ കുളത്തിലുണ്ടല്ലോ എന്നാണ് ഈ ഫിഷ് പറയുന്നത് അല്ലെ. വാട്ട് ഡസ് സ്റ്റോർക്ക് ഗെറ്റ് ഫ്രം ദ ഫീൽഡ്? അപ്പൊ ഈ സ്റ്റോർക്കിന് എന്ന് പറഞ്ഞാൽ ക്രെയിൻ അല്ലെ, കൊക്കിന് വയലിൽ നിന്നും എന്തെല്ലാമാണ് ലഭിക്കുന്നത്? എന്തൊക്കെയാ ലഭിക്കുന്നത്? സ്മോൾ ഓർഗാനിസം അല്ലെ, ചെറു ജീവികളെ കിട്ടുന്നുണ്ട്. പിന്നെ എന്താ കിട്ടുന്നത്? ഇൻസെക്റ്റിനെ കിട്ടുന്നത്, സ്മോൾ ഫിഷിനെയൊക്കെ എന്താണ് ഈ ഫീൽഡിൽ നിന്ന് സ്റ്റോർക്കിന് കിട്ടുന്നുണ്ട് അല്ലെ. അതുപോലെ വാട്ട് ഡസ് ഫിഷ് ഗെറ്റ് ഫ്രം ദ പോണ്ട്? പോണ്ടിൽ നിന്ന് ഫിഷിന് എന്തൊക്കെയാ കിട്ടുന്നുണ്ട്? പ്ലേസ് ടു ലീവ്, ജീവിക്കാനുള്ള സ്ഥലമുണ്ട് അല്ലെ. ഫുഡ്, ഓക്സിജൻ ഒക്കെ എന്താണ് ഫിഷിനും ഈ പോണ്ടിൽ നിന്ന് കിട്ടുന്നുണ്ട് അല്ലെ. ഇനി എന്താ മക്കളെ പറയുന്നത് നോക്കിയാലേ, ഹാബിറ്റാറ്റ് ആണ് കേട്ടോ. ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് നോക്കാം. ഇപ്പൊ എന്താ അഡാപ്റ്റേഷൻ പഠിച്ചില്ലേ, ബോഡി ഫീച്ചറാണ് അല്ലെ. ഒരു ഓർഗാനിസം ജീവിക്കുന്ന ഈ എൻവയോൺമെന്റിന് വേണ്ട ബോഡി ഫീച്ചറാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഓർഗാനിസത്തിന് വേണ്ട ആ ബോഡി ഫീച്ചറിനെയാണ് എന്ത് പറയുന്നത്? എന്താണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇനി എന്താണ് ഹാബിറ്റാറ്റ് നോക്കിയേ? ദ എൻവയോൺമെന്റ് വിച്ച് ആൻ ഓർഗാനിസം ലീവ്സ് ഈസ് ഇറ്റ്സ് ഹാബിറ്റാറ്റ്. എ ഹാബിറ്റാറ്റ് കണ്ടെയ്ൻസ് എവറിത്തിങ് ദാറ്റ് ദ ഓർഗാനിസംസ് നീഡ്സ് ടു സർവൈവ്. Ponds, rivers and fields are examples of habitat.
എന്താണ് ഒരു ജീവി വസിക്കുന്ന ആ ചുറ്റുപാടാണ് അതിന്റെ വാസസ്ഥലം അഥവാ ആവാസ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. ജീവിയുടെ നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും എന്തുണ്ട് ഈ ഹാബിറ്റാറ്റിലുണ്ട്, ആവാസത്തിലുണ്ട് അല്ലെ. കുളം, പുഴ, വയൽ എന്നിവ എന്താണ് ആവാസങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് അല്ലെ. എന്താണ് ഹാബിറ്റാറ്റിന് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? ആ പോണ്ട്, റിവർ, ഫീൽഡ് ഒക്കെ എന്താണ് ഈ ഹാബിറ്റാറ്റിന് ഉദാഹരണങ്ങളാണ് അല്ലെ. അപ്പൊ ഒരു ജീവി വസിക്കുന്ന ആ ചുറ്റുപാടാണ് അതിന്റെ വാസസ്ഥലം അല്ലെ. അതാണ് ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. അതിന്റെ വാസസ്ഥലമാണ് എന്ത് ഹാബിറ്റാറ്റ് അല്ലെ. ഒരു ജീവി നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അതാണ് എന്ത് ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു ജീവി വസിക്കുന്ന ചുറ്റുപാടാണ് അതിന്റെ വാസസ്ഥലം. എന്താണ്? ദ എൻവയോൺമെന്റ് ഇൻ വിച്ച് ആൻ ഓർഗാനിസം ലിവ്സ് ഈസ് ഇറ്റ്സ് ഹാബിറ്റാറ്റ് അല്ലെ. ഒരു ഓർഗാനിസം ജീവിക്കുന്ന ആ എൻവയോൺമെന്റ് ആണ് എന്ത് ഹാബിറ്റാറ്റ്. അഡാപ്റ്റേഷൻ എന്താണ്? ആ ബോഡി ഫീച്ചർ ആണ് എന്ത് അഡാപ്റ്റേഷൻ. ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ജീവി നിൽക്കുന്ന ആ ജീവിക്കുന്ന ആ എൻവയോൺമെന്റിനെയാണ് എന്ത് ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജീവി ഒരു എൻവയോൺമെന്റിൽ താമസിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ബോഡി ഫീച്ചർ വേണം. ആ ബോഡി ഫീച്ചർ ആണ് ഇത് അഡാപ്റ്റേഷൻ. രണ്ടിനെയും ഡിഫറൻസ് മനസ്സിലാക്കി പോവാ കേട്ടോ. ഓക്കെ, അപ്പൊ എൻവയോൺമെന്റ് ഇൻ വിച്ച് ആൻ ഓർഗാനിസംസ് ലിവ്സ് ഈസ് ഇറ്റ്സ് ഹാബിറ്റാറ്റ്. ഒരു ജീവി ജീവിക്കുന്ന ആ ചുറ്റുപാടാണ് അതിന്റെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. എ ഹാബിറ്റാറ്റ് കണ്ടെയ്ൻസ് എവറിത്തിങ് ദാറ്റ് ദ ഓർഗാനിസംസ് നീഡ്സ് ടു സർവൈവ് അല്ലെ. അപ്പൊ ഒരു ജീവി എന്താണ്? ജീവിയുടെ നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഫാക്ടേഴ്സും എല്ലാ ഘടകങ്ങളും എന്താണ് ഈ ഹാബിറ്റാറ്റിലുണ്ട് അല്ലെ. കുളം, പുഴ, വയൽ എന്നിവയൊക്കെ എന്താണ് ഈ ഹാബിറ്റാറ്റിന് ഉദാഹരണമാണ് അല്ലെ. റിവർ, പോൺസ്, ഫീൽഡ് ആർ എക്സാമ്പിൾസ് ഓഫ് ഹാബിറ്റാറ്റ്സ്. ഡിസ്കസ്, ഫൈൻഡ് ആൻഡ് റൈറ്റ് മോർ എക്സാമ്പിൾസ് ഓഫ് ഹാബിറ്റാറ്റ്. അപ്പൊ ഹാബിറ്റാറ്റിന് കൂടുതൽ എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ എന്തൊക്കെ നമുക്ക് പറയാം? ട്രീ അല്ലെ, മരം പറയാലോ ഒന്ന്. പിന്നെ നമുക്ക് മൗണ്ടെയിൻ പറയാം അല്ലെ, ഡെസേർട്ട് പറയാ, സീ പറയാ അല്ലെ, ഫീൽഡ് അവിടെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ അതൊക്കെ നമുക്ക് എന്താക്കാം, നമുക്ക് പറയാം അല്ലെ. മൗണ്ടെയിൻ, MOUNTAIN മൗണ്ടെയിൻ. പിന്നെ ഡെസേർട്ട്, DESERT ഡെസേർട്ട്. പിന്നെന്താണ്? സീ, SEA സീ, കടൽ അല്ലെ. ഇനി നോക്കുക, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹാബിറ്റാറ്റ്സ് ആണ് അല്ലെ. ഒബ്സർവ് ദ പിക്ചർ. ഈ ചിത്രം നോക്കിയേ. ചിത്രം എന്താണ്? ഫോറസ്റ്റുകൾ ഉണ്ട്, പിന്നെന്താണ് ഡെസേർട്ടിന്റെ അത് വരുന്നുണ്ട്, പിന്നെന്താണ് പോളാർ റീജിയൻ ഉണ്ട്, ഫീൽഡ് ഉണ്ട്, പിന്നെന്താണ് പുഴയുണ്ട്, കടലുണ്ട് അല്ലെ, ഒക്കെ ഉണ്ട് അല്ലെ, കര ഉണ്ട്, എല്ലാം ഉണ്ട് അല്ലെ. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹാബിറ്റാറ്റ്സ്? റൈറ്റ് ഡൗൺ ദെയർ നെയിംസ്. ചിത്രത്തിൽ കാണുന്ന വിവിധ തരം ആവാസങ്ങൾ എന്തെല്ലാം പേരുകൾ എഴുതി നോക്കുക. വയൽ ഒരു ആവാസമാണ്. വയൽ എന്താണ്? ഫീൽഡ് ഒരു ഹാബിറ്റാറ്റ് ആണ് അല്ലെ. അതിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ നിരവധി ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ. എന്തെല്ലാമാണവ? അപ്പൊ എന്താണ്? ഫീൽഡ് എന്താണ്? ഒരു ഹാബിറ്റാറ്റ് ആണ് അല്ലെ. ഇറ്റ് ഹാസ് മെനി ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഇൻ ഇറ്റ്സ് അല്ലെ. അതിൽ ഒരുപാട് ജീവനുള്ളതും ലിവിങ് തിങ്സ് പറഞ്ഞാൽ എന്താ? ജീവൻ ഉള്ളത്. നോൺ ലിവിങ് തിങ്സ് പറഞ്ഞാൽ എന്താ? ജീവൻ ഇല്ലാത്തത് അല്ലെ. അപ്പൊ ലിവിങ് തിങ്സ് ആയിട്ടും നോൺ ലിവിങ് തിങ്സ് ആയിട്ടും ഒരുപാട് സാധനങ്ങൾ എന്താണ് ഈ ഹാബിറ്റാറ്റിലെ ഈ ഫീൽഡിലുണ്ട് അല്ലെ. വിചാരത്തെ ഡിസ്കസ് ആൻഡ് റൈറ്റ്. അത് ഏതൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ ലിവിങ് തിങ്സ് ജീവനുള്ള എന്തൊക്കെയാണ്? പ്ലാന്റ്സ് അല്ലെ, പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ നമുക്ക് എന്താ പറയാ? സ്മോൾ ഓർഗാനിസംസ് പറയാ. പിന്നെ എന്താ പറയാ? ഫിഷ് അല്ലെ. ഇതൊക്കെ എന്താണ്? ലിവിങ് തിങ്സ് ആണ് അല്ലെ. പിന്നെ നോൺ ലിവിങ് തിങ്സ് എന്താണ്? സോയില്, എയർ, വാട്ടർ. ഓക്കെ, ലിവിങ് തിങ്സ് എന്താണ്? ജീവനുള്ളവ പ്ലാന്റ്സ്, ആനിമൽസ്, ബേർഡ്സ്, സ്മോൾ ഓർഗാനിസംസ്, പിന്നെന്താണ്? ഫിഷസ് അല്ലെ. സസ്യങ്ങള്, പക്ഷികള്, ചെറുജീവികള്, മത്സ്യങ്ങളൊക്കെയാണ് ഇത് ലിവിങ് തിങ്സ് അല്ലെ. ഇനി നോൺ ലിവിങ് തിങ്സ് എന്താണ്? സൺലൈറ്റ്, സൂര്യപ്രകാശം, വാട്ടർ, ജലം, സോയിൽ, മണ്ണ്, എയർ, വായു, സ്റ്റോൺ, കല്ല്. ഇതൊക്കെയാണ് എന്ത്? നോൺ ലിവിങ് തിങ്സ്. There are natural habitat and man-made habitats. Forest is an example of natural habitat. What about the biodiversity park in your school? അപ്പൊ എന്താണ് ഇവിടെ? പ്രകൃതിദത്തമായ ഹാബിറ്റാറ്റ്, ആവാസങ്ങളും മനുഷ്യനിർമ്മിതമായ ആവാസങ്ങളും ഉണ്ട് അല്ലെ. എന്താണ് പ്രകൃതിദത്തം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള ഹാബിറ്റാറ്റ് ഉണ്ട് അല്ലെ. പിന്നെന്താ? മാൻമെയ്ഡ്, മനുഷ്യനിർമ്മിതമായ ഹാബിറ്റാറ്റ് ഉണ്ട് അല്ലെ, ആവാസങ്ങളുണ്ട്. വനം പ്രകൃതിദത്ത ആവാസത്തിന് ഉദാഹരണമാണ് അല്ലെ. ഫോറസ്റ്റ് എന്താണ്? നാച്ചുറൽ ആയിട്ടുള്ള ഹാബിറ്റാറ്റ് ആണ് അല്ലെ. സ്കൂളിലെ അത് ബയോഡൈവേഴ്സിറ്റി ഗാർഡനോ ജൈവവൈദ്യ ഉദ്യാനം എന്താണ്? അത് മാൻമെയ്ഡ് ആണല്ലേ, നമ്മൾ ഉണ്ടാക്കിയതല്ലേ. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയതൊക്കെ എന്താണ്? മാൻമെയ്ഡും. പിന്നെ പ്രകൃതി, ദൈവം നമുക്ക് കനിഞ്ഞ് നൽകിയ എന്തൊക്കെയാണ്? അത് പ്രകൃതിദത്തമായതും അല്ലെ, നാച്ചുറൽ ആയിട്ടുള്ളതുമാണ്. അപ്പൊ ബയോഡൈവേഴ്സിറ്റി പാർക്ക് എന്താണ്? മാൻമെയ്ഡ് ആണ് അല്ലെ. ഫൈൻഡ് ആൻഡ് റൈറ്റ് ഡൗൺ മോർ എക്സാമ്പിൾസ് ഓഫ് നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഹാബിറ്റാറ്റ്. അപ്പൊ നിങ്ങൾ എന്താക്കുക? കൂടുതൽ എക്സാമ്പിൾ നാച്ചുറൽ ആയിട്ടുള്ള മാൻമെയ്ഡ് ആയിട്ടുള്ള ഹാബിറ്റാറ്റിന് എക്സാമ്പിൾ നിങ്ങൾ എഴുതാനാണ് പറയുന്നത്. അപ്പൊ നാച്ചുറൽ ഹാബിറ്റാറ്റ് എന്തൊക്കെയാ നമുക്ക് പറയാം? നാച്ചുറൽ ഹാബിറ്റാറ്റ് ഫോറസ്റ്റ്, ഡെസേർട്ട്, പോൺസ് എക്സെട്ര അല്ലെ. മാൻമെയ്ഡ് ഹാബിറ്റാറ്റ് ഏതാണ്? വില്ലേജ്, ബയോഡൈവേഴ്സിറ്റി പാർക്ക്, ഫാം ലാൻഡ്. അതൊക്കെ നമുക്ക് എന്താണ്? മാൻമെയ്ഡ് ആണെന്ന് പറയാം.
അപ്പൊ എന്താണ് നാച്ചുറൽ ഹാബിറ്റാറ്റ്, പ്രകൃതിദത്തമായ ആവാസങ്ങൾ എന്തൊക്കെ? ഫോറസ്റ്റ്, കാടുകൾ, പോൺസ്, കുളങ്ങൾ, ഡെസേർട്ട്, മരുഭൂമികൾ, സീ, കടൽ, പോളാർ റീജിയൻസ്, ധ്രുവ പ്രദേശങ്ങൾ, മൗണ്ടൻ, പർവ്വതങ്ങൾ, ട്രീസ്, മരങ്ങൾ, റിവേഴ്സ്, പുഴകൾ, ഫീൽഡ്, വയലുകൾ അല്ലെ. പിന്നെന്താ മാൻമെയ്ഡ് ഹാബിറ്റാറ്റ് ഏതൊക്കെയാണ്? ടൗൺസ്, പട്ടണങ്ങൾ, ഫാം ലാൻഡ്സ്, കൃഷിഭൂമികൾ, ബയോഡൈവേഴ്സിറ്റി പാർക്സ്, ജൈവ വൈവിധ്യ ഉദ്യാനം അല്ലെ, സൂസ്, മൃഗശാലകൾ, അക്വേറിയങ്ങൾ അല്ലെ, ഗ്രീൻ ഹൗസസ്, ഹരിതഗൃഹങ്ങൾ, ബിൽഡിങ്സ്, കെട്ടിടങ്ങൾ, ആർട്ടിഫിഷ്യൽ റീഫ്സ്, എന്താണ് കൃത്രിമ പാറകൾ അല്ലെ. ഇതൊക്കെയാണ് മാൻമെയ്ഡ് ഹാബിറ്റാറ്റിന് എക്സാമ്പിൾ. ഇനി എന്താ ഇവിടെ പറയുന്നത്? ഹാബിറ്റാറ്റ് കണ്ടെയ്ൻസ് മെനി ലിവിംഗ് ആൻഡ് നോൺ ലിവിംഗ് തിങ്സ്. പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് മൈക്രോ ഓർഗാനിസംസ് ആർ എക്സാമ്പിൾസ് ഓഫ് ലിവിംഗ് തിങ്സ്. സോയിൽ, എയർ, വാട്ടർ ആൻഡ് സൺലൈറ്റ് ആർ ദ മെയിൻ നോൺ ലിവിംഗ് തിങ്സ് അല്ലെ. ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ ഹാബിറ്റാറ്റിൽ ഒരുപാട് എന്ത് കൊള്ളുന്നുണ്ട്? ലിവിംഗ് തിങ്സും നോൺ ലിവിംഗ് തിങ്സും ഉണ്ട് അല്ലെ. പ്ലാന്റ്സും ആനിമൽസും മൈക്രോ ഓർഗാനിസം ആണ് എന്ത്? ലിവിംഗ് തിങ്സ്, ജീവനുള്ളതെന്ന് പറയുന്നത് അല്ലെ. നോൺ ലിവിംഗ് തിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സോയിലും എയറും വാട്ടറും സൺലൈറ്റും ആണ് ഇത് മെയിൻ ആയിട്ടുള്ള നോൺ ലിവിംഗ് തിങ്സ്. അപ്പൊ എന്താണ്? ഒരു ആവാസത്തിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ നിരവധി ഘടകങ്ങളുണ്ട് അല്ലെ. സസ്യങ്ങൾ, ജന്തുക്കൾ, സൂക്ഷ്മ ജീവികൾ എന്നിവ ജീവനുള്ള ഘടകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് അല്ലെ. മണ്ണ്, വായു, ജലം, സൂര്യപ്രകാശം തുടങ്ങിയവയാണ് എന്ത്? ജീവനില്ലാത്ത ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടവ അല്ലെ. അപ്പൊ നമ്മളെന്താണ്? ഒരു ഹാബിറ്റാറ്റിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ നിരവധി ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ സസ്യങ്ങൾ, പ്ലാന്റ്സ്, ആനിമൽസ്, മൈക്രോ ഓർഗാനിസം ഒക്കെ എന്താണ്? ലിവിംഗ് തിങ്സ് ആണ് അല്ലെ. അതിന് ഉദാഹരണമാണ്. പിന്നെ അതുപോലെ എന്താണ്? മണ്ണ്, വായു, ജലം, സൂര്യപ്രകാശം ഒക്കെ എന്താണ്? ജീവനില്ലാത്ത ഘടകങ്ങളിൽ പെട്ടതാണ് കേട്ടോ. Do living things depend on non-living things like air, water, soil and sunlight? Similarly, living things depend on each other. Living things and non-living things in an area live in interdependence അല്ലെ. അപ്പൊ എന്താണ്? ഈ വായു, ജലം, മണ്ണ്, സൂര്യപ്രകാശം തുടങ്ങിയ ജീവനില്ലാത്ത ഘടകങ്ങളെ ജീവികൾ ആശ്രയിക്കുന്നില്ലേ? ഉണ്ട് അല്ലെ. നമുക്ക് എയർ ആണെങ്കിലും വെള്ളമാണെങ്കിലും മണ്ണാണെങ്കിലും സൂര്യപ്രകാശം എന്താ? ജീവനില്ലാത്തതാണ് അല്ലെ. പക്ഷെ അതൊക്കെ എന്താണ്? നമുക്ക് ആവശ്യമാണ് അല്ലെ. ഇതുപോലെ ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ നമ്മൾ അന്യോന്യം അങ്ങോട്ട് ആശ്രയിക്കുന്നില്ലേ? ഒരു പ്രദേശത്തിൽ ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും എന്താണ്? ഇന്റർ ഡിപ്പെൻഡൻസിൽ, പരസ്പര ആശ്രയത്തിൽ എന്താണ്? കഴിയുന്നുണ്ട് അല്ലെ. ഒരു പ്രദേശത്ത് ലിവിംഗ് ആയിട്ടുള്ള നോൺ ലിവിംഗ് ആയിട്ടുള്ള ഇതുകൊണ്ട് ഇന്റർ ഡിപ്പെൻഡന്റ് ആയിട്ട് അവർ കഴിയുന്നുണ്ട്. ഓക്കെ. അപ്പോ ലിവിംഗ് തിങ്സും നോൺ ലിവിംഗ് തിങ്സും ഒരു ഏരിയയിൽ എന്താണ്? ഇന്റർ ഡിപ്പെൻഡൻസ് ആയിട്ടാണ് കഴിയുന്നത് അല്ലെ. ഒബ്സർവ് ദ പിക്ചർ, ഈ ചിത്രം നോക്കിയേ. ഫൈൻഡ് ഔട്ട് ഹൂ ഡിപ്പെൻഡ്സ് ഓൺ ഹൂം. ഡ്രോ ലൈൻസ് ടു കണക്ട് ദം ആൻഡ് പ്രിപ്പയർ എ നോട്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ചിത്രം നിരീക്ഷിക്കാം അല്ലെ. ആരെയെല്ലാം ആശ്രയിക്കുന്നു? വരച്ചു യോജിപ്പിച്ചിട്ട് എന്താ? കുറിപ്പ് തയ്യാറാക്കാനാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ആരൊക്കെ ആശ്രയിക്കുന്നത്? അപ്പൊ ഇതെങ്ങനെയാണ് ആശ്രയിച്ചിരിക്കുന്നത് നോക്കിയാൽ? ഗ്രാസ് ഹോപ്പർ കഴിക്കുന്നത് എന്താണ്? ഗ്രാസിനെയാണ് അല്ലെ. അതുപോലെ ഫ്രോഗ് കഴിക്കുന്ന ഗ്രാസ് ഹോപ്പർ. സ്നേക്ക് കഴിക്കുന്നതോ? ഫ്രോഗിന്. ഈഗിൾ കഴിക്കുന്നതോ? സ്നേക്കിന് അല്ലെ. ഓക്കെ. അപ്പൊ എന്താണ്? ഇത് കണക്ട് ചെയ്ത് പോവാണ് അല്ലെ. അപ്പൊ ഗ്രാസ് ഹോപ്പർ ഈറ്റ് ഗ്രാസസ്, ഫ്രോഗ് ഈറ്റ് ഗ്രാസ് ഹോപ്പർ, സ്നേക്ക് ഈറ്റ് ഫ്രോഗ് ആൻഡ് ഈഗിൾ ഈറ്റ് ദ സ്നേക്ക്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലെ. ഗ്രാസ് ഹോപ്പേഴ്സ് ഈറ്റ് ഗ്രാസസ് അല്ലെ. പുൽച്ചാടികൾ പുല്ലുകൾ കഴിക്കുന്നു. ഫ്രോഗ്സ് ഈറ്റ് ഇൻസെക്ട് ലൈക്ക് ഗ്രാസ് ഹോപ്പേഴ്സ്. പുൽച്ചാടികൾ പോലുള്ള പ്രാണികളെ തവളകൾ ഭക്ഷണമാക്കുന്നു. സ്നേക്ക് ഈറ്റ് ഫ്രോഗ്സ്. തവളകളെ പാമ്പുകൾ കഴിക്കുന്നു. ദ ബേർഡ്സ് ലൈക്ക് ഈഗിൾസ് ഈറ്റ് ദ സ്നേക്സ്. സം ബേർഡ്സ് ഈറ്റ് സ്മോൾ ക്രീച്ചേഴ്സ് ഫിഷ് ആൻഡ് എർത്ത് വേം. എന്താണ്? ഇവിടെ പാമ്പുകളെ പരുന്തുകൾ പോലുള്ള പക്ഷികൾ കഴിക്കുന്നു. ചില പക്ഷികൾ ചെറുജീവികളെയും മത്സ്യത്തെയും മണ്ണിരകളെയും ഭക്ഷണമാക്കുന്നു. ദ ബേർഡ്സ് ആൻഡ് ആനിമൽസ് നീഡ് വാട്ടർ ആൻഡ് എയർ. ദ നോൺ ലിവിംഗ് തിങ്സ് സച്ച് ആസ് സോയിൽ, വാട്ടർ, എയർ ആൻഡ് സൺലൈറ്റ് ആർ ഓൾസോ റിക്വയർഡ് ഫോർ പ്ലാന്റ്സ് ടു ഗ്രോ അല്ലെ. ബേർഡ്സും ആനിമൽസും എന്താണ്? വെള്ളം ആവശ്യമാണ് അല്ലെ. അപ്പോൾ എന്താണ്? നോൺ ലിവിംഗ് തിങ്സ് ആയിട്ടുള്ള എന്താണ്? ബേർഡ്സിനും ആനിമൽസ് എന്താണ്? വെള്ളവും എയറും ആവശ്യമാണ് അല്ലെ. അങ്ങനെ ആകുമ്പോൾ നോൺ ലിവിംഗ് തിങ്സ് ആയിട്ടുള്ള സോയിലും വാട്ടറും എയറും സൺലൈറ്റും ഒക്കെ എന്താണ്? ഈ പ്ലാന്റ്സ് വളരാനെങ്കിൽ ആവശ്യമാണ്. ഓക്കെ. ഇനി നോക്കൂ, എന്താണ് എക്കോസിസ്റ്റം? നമുക്ക് നോക്കാം. An ecosystem is an environment where living and non-living things. എന്താണ് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ? എക്കോസിസ്റ്റം ഈസ് an environment where living and non-living things live in interdependence. Trees, field, ponds, streams, hills, sacred groves. Sacred groves എന്ന് പറഞ്ഞാൽ എന്താണ്? കാവുകൾ എന്നൊക്കെ പറയലുണ്ട്. കാവ് ആർ സ്മോൾ എക്കോസിസ്റ്റം. ഇതൊക്കെ എന്താണ്? സ്മോൾ എക്കോസിസ്റ്റം ആണല്ലോ. ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്സ്, ഡെസേർട്ട്, സീസ് ആൻഡ് പോളാർ റീജിയൻസ് ആർ ലാർജ് എക്കോസിസ്റ്റം. അപ്പൊ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ആവാസ വ്യവസ്ഥ എന്ന് പറയും കേട്ടോ. ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും പരസ്പര ആശ്രയത്തിൽ കഴിയുന്ന ചുറ്റുപാടാണെന്ത്? എക്കോസിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണ്? ലിവിംഗ് തിങ്സും നോൺ ലിവിംഗ് തിങ്സും എന്താണ്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ച് കഴിയുന്ന ആ ചുറ്റുപാടിനെയാണെന്ത്? എക്കോസിസ്റ്റം എന്ന് പറയുന്നത്, ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. ട്രീസ്, വൃക്ഷം, വയല്, കുളം, അരുവി, കുന്ന്, കാവ്,
തുടങ്ങിയവ എന്താണ് ചെറിയ എക്കോസിസ്റ്റം ആണ് കേട്ടോ, ചെറിയ ആവാസ വ്യവസ്ഥകളാണ്. അതുപോലെ ഫോറസ്റ്റ്, വനം, പുൽമേട്, മരുഭൂമി, കടൽ, ധ്രുവപ്രദേശം തുടങ്ങിയവയൊക്കെ എന്താണ് വലിയ ആവാസ വ്യവസ്ഥ ആണ് അല്ലേ. വലിയത് എന്താണ് ഈ കടല്, മരുഭൂമി, ധ്രുവപ്രദേശം, പുൽമേട്, വനമൊക്കെ എന്താണ് ബിഗ്ഗസ്റ്റ് വലിയ ലാർജ് എക്കോസിസ്റ്റം ആണ് കേട്ടോ. അപ്പൊ എന്താണ് എക്കോസിസ്റ്റം? ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും പരസ്പര ആശ്രയത്തിൽ കഴിയുന്ന ചുറ്റി എന്താണ് an ecosystem is an environment where living and non living things live in interdependence അല്ലേ. എക്കോസിസ്റ്റം എന്താന്ന് പറഞ്ഞാൽ ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും എന്താണ് ഇന്റർഡിപെൻഡൻസ് ആയിട്ട് കഴിയുന്ന ആ എൻവയോൺമെന്റിനെയാണ് ഇത് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ട്രീസും ഫീൽഡും പോൺസും സ്ട്രീംസും ഹിൽസും സാക്രഡ് ഗ്രോവ്സും ഒക്കെ എന്താണ് സ്മോൾ എക്കോസിസ്റ്റം ആണ്. ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, ഡെസേർട്ട്, സീസ് ആൻഡ് പോളർ റീജിയൻസ് ആർ ലാർജ് എക്കോസിസ്റ്റം. ഓക്കെ, വാട്ട് ഈസ് എ ഇന്റർഡിപെൻഡൻസ് ഇൻ ആൻ എക്കോസിസ്റ്റം? എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ. എന്താ ഇവിടെ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്? ഒരു എക്കോസിസ്റ്റത്തിലെ ആവാസ വ്യവസ്ഥയിലെ ഇന്റർഡിപെൻഡൻസ് പരസ്പര ആശ്രയത്വം എങ്ങനെയെല്ലാമാണെന്ന് ചോദിച്ചത് ഉദാഹരണ സഹിതം വ്യക്തമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ ബിറ്റ്വീൻ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് എന്താണ്? ഒന്ന് ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും തമ്മിലുള്ളതാണ് ഇത് പരസ്പര ആശ്രയത്വം പറയുന്നത് അല്ലെ. ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും. നോക്കൂ, ബിറ്റ്വീൻ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് അതെന്താണ്? ഈ ഫിഷ് എന്താണ് വാട്ടറിൽ ജീവിക്കുന്നില്ലേ? അപ്പോൾ ഫിഷ് ലിവിങ് തിങ്സ് ആണ്, നോൺ ലിവിങ് തിങ്സ് ഏതാണ്? വാട്ടർ അല്ലേ. അപ്പോൾ ഫിഷ് എന്താണ് ഈ വാട്ടറിൽ ജീവിക്കുന്നതാണ് ബിറ്റ്വീൻ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് അല്ലേ അവർ ആശ്രയിച്ചിരിക്കുന്നത്. ഇനി ബിറ്റ്വീൻ ലിവിങ് തിങ്സ് എന്താണ്? ഒരു ഫിഷിന് എന്താണ് ഒരു പാമ്പ് കഴിക്കുന്നത് അല്ലേ, എന്താണ്? അല്ലെങ്കിൽ തവളേനെ പാമ്പ് കഴിക്കുക. അപ്പോൾ തവള എന്താണ്? ലിവിങ് തിങ്സ് ആണ്. പിന്നെ പാമ്പും എന്താണ്? ലിവിങ് തിങ്സ് ആണ് അല്ലേ. അപ്പോൾ അവർ രണ്ടുപേരും എന്താണ്? ഇന്റർഡിപെൻഡൻസ് ആയിട്ടാണ് അല്ലേ. ഫ്രോഗിനെ പാമ്പ് കഴിക്കുന്നു അല്ലേ, അല്ലെങ്കിൽ റാറ്റിനെ പാമ്പ് കഴിക്കുക. ബിറ്റ്വീൻ നോൺ ലിവിങ് തിങ്സ് ഇനി എന്താണ്? നോൺ ലിവിങ് തിങ്സ് തമ്മിലുള്ളത് എന്താണ്? ഈ സൂര്യപ്രകാശം സൺലൈറ്റ് കാരണം എന്താണ് വെള്ളമൊക്കെ പറ്റുന്നില്ലേ? രണ്ടും നോൺ ലിവിങ് തിങ്സ് അല്ലേ. അപ്പോൾ അതെന്താണ്? അത് ഇന്റർഡിപെൻഡൻസ് ആണ് അല്ലേ. ഇനി നെക്സ്റ്റ് എന്താണെന്ന് നോക്കിയാൽ ഡിസ്ട്രക്ഷൻ ഓഫ് എക്കോസിസ്റ്റം. എന്താ? എക്കോസിസ്റ്റത്തിന്റെ നാശം അല്ലേ. എക്കോസിസ്റ്റത്തിന്റെ എന്താണ് നാശം. Hills has something to say. കുന്നുകൾക്കും പറയാനുണ്ട് അല്ലേ. You can see us in many areas in your place. Is there anyone who hasn't climbed a hill? We provide a habitat for so many organisms, from earthworms to foxes, and also for a variety of plants. We store rainwater and later provide that water to wells, streams and fields. We can control the wind and reduce the heat. Don't you see? We are in great crisis today. Do you realize our importance? എന്താണ് പറയുന്നത്? നമ്മുടെ നാട്ടിൽ പലയിടത്തും എന്താണ് കുന്നിനെ കാണാല്ലേ, ഞങ്ങളെ കാണാന്നാ പറയുന്നത് അല്ലേ. കുന്ന് കയറാത്തവരായി ആരെങ്കിലും ഉണ്ടോ? മണ്ണിര മുതൽ കുറുനരി വരെ എത്ര ജീവികൾക്കാണ് ഞങ്ങൾ എന്താക്കുന്നത് വാസസ്ഥലം ഒരുക്കുന്നത്. കൂടാതെ വൈവിധ്യമാർന്ന സസ്യങ്ങൾക്കും ഞങ്ങൾ മഴവെള്ളം കൂടാതെ വൈവിധ്യമാർന്ന സസ്യങ്ങൾക്കും എന്താണ് വാസസ്ഥലം ഒരുക്കുകയാണ് അല്ലേ. പിന്നെ എന്താ ഞങ്ങൾ ചെയ്യുന്നത്? കുന്നുകൾ ചെയ്യുന്നത് ഞങ്ങൾ മഴവെള്ളം സംഭരിച്ചു വയ്ക്കുന്നു. പിന്നെ കിണറുകളിലേക്കും മരുവികളിലേക്കും വയലുകളിലേക്കും ഒക്കെ എന്താണ് ഞങ്ങൾ ആ വെള്ളം നൽകുകയാണ് അല്ലേ. കാറ്റിനെ നിയന്ത്രിക്കാനും ചൂട് കുറയ്ക്കാനും എന്താണ് കുന്നുകൾക്ക് കഴിയുന്നുണ്ട്. കണ്ടില്ലേ, ഞങ്ങൾക്ക് ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ്. ഞങ്ങളുടെ പ്രാധാന്യം മനുഷ്യർ തിരിച്ചറിയുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുക അല്ലേ. ഇവിടെ കുന്നിടിക്കുന്നുണ്ട് അല്ലേ. മണ്ണൊക്കെ ഓരോ സ്ഥലത്തേക്കും കൊണ്ടുപോവുകയാണ് അല്ലേ. ഓക്കെ, അപ്പം അവിടെ എന്താണ് കുന്നിന് പറയാനുള്ളത് നിങ്ങൾ കേട്ടല്ലോ അല്ലേ. അപ്പോൾ ഹോപ്പ് യു റീഡ് ദ സൊളിക്യൂ ഓഫ് ദ ഹിൽ. അപ്പം നിങ്ങൾ എന്താണ് നിങ്ങൾ കുന്നിന്റെ ആത്മകഥം വായിച്ചല്ലോ അല്ലേ. വാട്ട് ആർ ദ ഹാംഫുൾ എഫക്ട്സ് വാനിഷിംഗ് ഓഫ് ഹിൽസ്? ഹിൽസ് ഇല്ലാതാകുമ്പോൾ, കുന്നുകൾ ഇല്ലാതാകുമ്പോൾ എന്തൊക്കെ ദോഷങ്ങൾ ഉണ്ടാകുന്നത്? വാട്ട് ആർ ദ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് ആർ ഹാംഫുൾ ടു ദ എക്കോസിസ്റ്റം? ഡിസ്കസ് ആൻഡ് റൈറ്റ്. അപ്പം മനുഷ്യന്റെ പ്രവൃത്തി കാരണം മനുഷ്യന്റെ ഇടപെടലുകളിൽ എന്തെല്ലാമാണ് എന്താണ് ഈ എക്കോസിസ്റ്റത്തിനെ ദോഷകരമായി ബാധിക്കുന്ന മനുഷ്യ ഇടപെടലുകൾ എന്തെല്ലാമാണെന്ന് ചർച്ച ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ മനുഷ്യന്റെ ഇടപെടൽ ഏതൊക്കെയാണ്? ഡിമോളിഷൻ ഓഫ് ഹിൽസ്, കുന്നിടിക്കൽ അല്ലേ. എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് അല്ലേ. എന്താണ് കീടനാശിനികൾ ഉപയോഗിക്കുന്നത്. പിന്നെന്താണ് ഡീഫോറസ്റ്റേഷൻ, സാൻഡ് മൈനിങ്, ഡിസ്ട്രക്ഷൻ ഹിൽസ്. ഇതൊക്കെയാണ് എന്ത് ഈ മനുഷ്യന്റെ ആക്ടിവിറ്റീസിലെ എക്കോസിസ്റ്റത്തിന് ഹാംഫുൾ ആക്കുന്ന മനുഷ്യന്റെ ആക്ടിവിറ്റീസ് ഇതൊക്കെയാണ് അല്ലേ. എന്താണ് ഡിമോളിഷൻ ഓഫ് ഹിൽസ്, എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്, ഡീഫോറസ്റ്റേഷൻ, സാൻഡ് മൈനിങ്, ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽസ്. ഓക്കെ, ഡീഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കാട് വെട്ടുക, സാൻഡ് മൈനിങ് എന്ന് പറഞ്ഞാൽ മണൽ കോരുക അല്ലെ, ഡിസ്ട്രക്ഷൻ ഹിൽസ് കുന്നിടിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താന്ന് നോക്കിയാൽ പൊല്യൂഷൻ ആണ് അല്ലെ, മലിനീകരണം. പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മലിനീകരണമാണ് അല്ലെ. ലിസൺ ടു വാട്ട് ആൻ എർത്ത് വേം സേസ്.
നോക്കിയേ, എർത്ത് വേമിന് പറയാനുള്ളത് എന്താന്ന് നോക്കുന്നത് ശ്രദ്ധിച്ച്. വി ആർ നോൺ ആസ് ദ ഫ്രണ്ട്സ് ഓഫ് ഫാർമേഴ്സ്. ഞങ്ങൾ എന്താണ്, ഞങ്ങളെ അറിയപ്പെടുന്ന എന്താണ്, ഫാർമേഴ്സിന്റെ ഫ്രണ്ട്സ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. നൗ വി കനോട്ട് ലീവ് ഇൻ ദ സോയിൽ ഡ്യൂ ടു പൊല്യൂഷൻ. ഇപ്പൊ ഞങ്ങൾക്ക് എന്താണ്, ഇവിടെ ജീവിക്കാൻ കഴിയാതെ വന്നിരിക്കുകയാണ് അല്ലെ, മലിനീകരണം കാരണം അല്ലെ. കർഷക മിത്രം എന്നാണ് ഞങ്ങളെ വിളിക്കുന്നത്. ഇപ്പോൾ മലിനീകരണം കാരണം എന്താണ്, മണ്ണിൽ ജീവിക്കാൻ പറ്റാതെ വന്നിരിക്കുകയാണെന്നാണ് ഈ എർത്ത് വേം മണ്ണിനെ പറയുന്നത് അല്ലെ. ഓക്കെ, ഹാവ് യു റീഡ് വാട്ട് ദ എർത്ത് വേം സെഡ്? അപ്പൊ എർത്ത് വേം പറഞ്ഞ എന്താ നിങ്ങൾ വായിച്ചില്ലേ? വാട്ട് ആർ ദ വേസ്റ്റ് മെറ്റീരിയൽസ് ഫൗണ്ട് ഇൻ യുവർ ഹോം ആൻഡ് സറൗണ്ടിങ്സ്? എന്തൊക്കെ വേസ്റ്റ് മെറ്റീരിയൽസ് ആണ് നിങ്ങളുടെ വീടുകളിലും ചുറ്റുപാടിലും കാണുന്നത്? ഫൈൻഡ് ഔട്ട് ദ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ് ഇൻ യുവർ സ്കൂൾ. അതുപോലെ നിങ്ങളുടെ സ്കൂളിലുള്ള വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ്സ് എന്തൊക്കെയാണ്? പ്രിപ്പയർ എ പ്രൊജക്ട് ആൻഡ് പ്രസന്റ് ഇറ്റ് ടു യുവർ ക്ലാസ്. അത് പ്രിപ്പയർ ചെയ്യുക പ്രൊജക്ട്, എന്നിട്ട് എന്താക്കുക ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? നമ്മളെ വേസ്റ്റ് ആക്കിയിട്ട് നമ്മളെ പഴയ ചെരുപ്പുകൾ ഉണ്ടാവും അല്ലേ, ഫുഡ് വെയർ ഉണ്ടാവും, പിന്നെന്താണ് ബ്രഷ് കളഞ്ഞത് ഉണ്ടാവും അല്ലേ, ബ്രഷ് പഴയതുണ്ടാവും, അതുപോലെ എന്താണ് ടൂത്ത് പേസ്റ്റിൻ്റെ ഇതുണ്ടാവും, ബോട്ടിൽസ് ഉണ്ടാവും. അങ്ങനത്തെ കുറേ വേസ്റ്റുകളൊക്കെ എന്താണ് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട് അല്ലേ. ഓക്കെ, ഇനി നോക്കൂ, ഒബ്സർവ് ദ പിക്ചർ. ഈ പിക്ചർ ഒന്ന് ശ്രദ്ധിച്ച്. ഇസ് ഇൻ ത്രോയിങ് ഓഫ് വേസ്റ്റ് ടു സറൗണ്ടിങ്സ് ഹാർംഫുൾ ടു ഹാബിറ്റാറ്റ്സ്? അപ്പം എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ഈ ചിത്രത്തിൽ മാലിന്യങ്ങൾ ചുറ്റുപാടിലേക്ക് വലിച്ചെറിയുന്നത് എന്താണ്, ഈ ആവാസങ്ങൾക്ക് ദോഷകരമല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഈ എന്താണ്, ഈ എക്കോസിസ്റ്റത്തിന് ദോഷമാണ് അല്ലേ, ഹാബിറ്റാറ്റിന് ദോഷമാണ്. ഡിസ്കസ് ആൻഡ് റൈറ്റ് അബൌട്ട് ദോസ് ആക്ടിവിറ്റീസ് വിച്ച് പൊല്യൂട്ട് ദ സോയിൽ. അപ്പോൾ എന്താണ്, നിങ്ങൾ ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യുക. എന്തിനുള്ള ആക്ടിവിറ്റീസ്? മണ്ണ് മലിനമാകുന്ന മറ്റു പ്രവർത്തനങ്ങൾ എന്തെല്ലാമെന്ന് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്, കൃഷിയിടങ്ങളിൽ അമിതമായ കീടനാശിനി ഉപയോഗിക്കുന്നതും അമിതമായ രാസവള പ്രയോഗമൊക്കെ എന്താണ്, മണ്ണ് മലിനമാകുന്നതാണ് അല്ലേ. എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് ഇൻ ഫാംസ്, എക്സസീവ് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. കീടനാശിനികൾ ഫാംസിൽ കൂടുതൽ ഉപയോഗിക്കുന്നതും അതുപോലെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെന്താണ്, കൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, പിന്നെ കെമിക്കൽസ് ദാറ്റ് ഫ്ലോസ് ഇൻ ടു വാട്ടർ അല്ലേ. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ദോഷകരമാണ് അല്ലേ, സോയിൽ പൊല്യൂട്ടാവും. How does soil pollution affect the ecosystem? Discuss and write about in environmental science diary. എന്താണ്, എങ്ങനെയൊക്കെയാണ് സോയില് മണ്ണ് മലിനീകരണം ഈ എക്കോസിസ്റ്റത്തിനെ ഏതെല്ലാം രീതിയിൽ ബാധിക്കുന്നുണ്ട് ചർച്ച ചെയ്തിട്ട് നിങ്ങൾ ബുക്കിൽ എഴുതാനാണ് പറഞ്ഞത്. ഇതുപോലെ നമ്മുടെ പരിസരത്ത് മറ്റെന്തെല്ലാമാണ് എന്താണ് പൊല്യൂഷൻ ആവുന്നത്, ചിത്രങ്ങൾ നിരീക്ഷിച്ച് വായു മലിനീകരണ സന്ദർഭങ്ങൾ ഏതെല്ലാം എന്ന് കണ്ടത്. ഇതൊക്കെ എന്താണ്, എയർ പൊല്യൂഷൻ ആണ് അല്ലേ. അപ്പോൾ നോക്കി അവിടെ അടുപ്പിൽ വിറക് ഇതാക്കുന്നത്, പിന്നെ എന്താണ് ഫാക്ടറിയിലെ പുക, പിന്നെ എന്താണ് കാട്ടുതീ, പിന്നെ പെസ്റ്റിസൈഡ്സ് അയക്കുന്നത് എന്താ വായുവിലും പോകുന്നുണ്ട് അല്ലേ, എയറിലും പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ് വായു മലിനീകരണം കൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചർച്ച ചെയ്തിരിക്കുക. ഇതൊക്കെ എന്താ വായു മലിനീകരണം ഉണ്ടാവുകയാണ് അല്ലേ. അപ്പോൾ അതെന്തൊക്കെ ഡിസ്കസ് ചെയ്ത് എഴുതാനാ. നോക്കൂ, എയർ പൊല്യൂഷൻ ക്യാൻ ഹാവ് ഹാർംഫുൾ എഫക്ട്സ് ഓൺ അവർ ഹെൽത്ത്. എവറി ഇയർ അബൌട്ട് 7 million people die in the world due to various diseases caused by air pollution. Air pollution can have a harmful effect not only on humans but also on plants and animals. Harmful effects of air pollution are declining crop yields, acid rain, global warming, ozone depletion, etc. എന്താണ്, എയർ പൊല്യൂഷൻ നമ്മുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നുണ്ട് അല്ലേ. ഓരോ വർഷവും എന്താണ് ഈ എയർ പൊല്യൂഷൻ കാരണം വായു മലിനീകരണം മൂലം എന്താ വിവിധ രോഗങ്ങൾ ബാധിച്ച് ഏകദേശം 70 ലക്ഷം മനുഷ്യർ ലോകത്ത് മരിക്കുന്നുണ്ട്. മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളെയും സസ്യങ്ങളെയും വായു മലിനീകരണം ദോഷകരമായി ബാധിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ വായു മലിനീകരണം നമ്മുടെ ആരോഗ്യത്തെ എന്താ ദോഷകരമായി ബാധിക്കുന്നുണ്ട് അല്ലേ. ഓരോ വർഷം എന്താണ് ഈ എയർ പൊല്യൂഷൻ മൂലം വിവിധ രോഗങ്ങൾ ബാധിച്ച് ഏകദേശം 70 ലക്ഷം മനുഷ്യരാണ് ലോകത്ത് മരിക്കുന്നുണ്ട് അല്ലേ. മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളെയും സസ്യങ്ങളെയും എന്താണ് വായു മലിനീകരണം ദോഷകരമായി ബാധിക്കുന്നുണ്ട് അല്ലേ. കാർഷിക വിളകൾ കുറയുന്നത്, ആസിഡുമായ ആഗോളതാപനം, ഓസോൺ പാളിയുടെ നാശം എന്നിവയെല്ലാം എന്താണ് വായു മലിനീകരണത്തിന്റെ ദോഷഫലങ്ങളാണ് അല്ലേ. അപ്പം ഈ കാർഷിക വിളകൾ കുറയുന്നതും പിന്നെ ആസിഡ് മഴ അല്ലേ. നോക്കൂ, ഹാർംഫുൾ എഫക്റ്റ് ഓഫ് എയർ പൊല്യൂഷൻ എന്തൊക്കെയാണ്? ഡിക്ലൈനിങ് ക്രോപ്പ് ഈൽഡ്, ആസിഡ് റെയിൻ, ഗ്ലോബൽ വാർമിംഗ്, ഓസോൺ ഡിപ്ലീഷൻ ഒക്കെ എന്താണ് എയർ പൊല്യൂഷന്റെ ആയിട്ടുള്ള ഹാർംഫുൾ എഫക്റ്റ് ആയതാണല്ലേ. ഓക്കെ, ഇനി എന്താണ്, ഒബ്സർവ് ദ പിക്ചർ. ഈ ചിത്രം നോക്കൂ, ഇതെന്താണ് വേസ്റ്റൊക്കെ പുഴയിലേക്കൊക്കെ തള്ളുന്നതാണ് അല്ലേ. ഇൻ വിച്ച് സർക്കംസ്റ്റൻസസ് ഡസ് വാട്ടർ ഗെറ്റ് പൊല്യൂട്ടഡ്? ഏതൊക്കെ ചുറ്റുപാടിൽ നിന്നാണ് വെള്ളം പൊല്യൂട്ടഡ് ആവുന്നത്, മലിനീകരണമാകുന്നത്? ഹൗ ഡസ് ദ വാട്ടർ പൊല്യൂഷൻ നോക്കൂ, ഇൻ വിച്ച് സർക്കംസ്റ്റൻസസ് ഡസ് വാട്ടർ ഗെറ്റ് പൊല്യൂട്ടഡ്? ഹൗ ഡസ് വാട്ടർ പൊല്യൂഷൻ എഫക്ട് ലിവിങ് തിങ്സ് ആൻഡ് ഹ്യൂമൻസ്? എന്താണ് ഇവിടെ പറയുന്നത്? ഇവിടെ ഈ ജലം മലിനമാകുന്ന സാഹചര്യങ്ങൾ എന്തെല്ലാന്ന് ചോദിച്ചില്ലേ അവിടെ. അപ്പോൾ ഈ ചളിവെള്ളമൊക്കെ വരുന്നത് കണ്ടില്ലേ. പിന്നെ അതുപോലെ ജലം മലിനമാകുന്ന വെള്ളം മലിനമാകുന്ന ജീവികളെയും മനുഷ്യരെയും എങ്ങനെയെല്ലാം ബാധിക്കുന്നുണ്ടോ എന്നും ചോദിക്കുന്നുണ്ട് അല്ലേ.
Okay, water becomes polluted due to the presence of various chemicals and organic substances. Polluted water causes various health issues and diseases. Waste from factories and houses, plastic waste, pesticides, other chemicals, petroleum, etc. cause water pollution. The decrease in the level of oxygen in water is due to pollution. This is a threat to the lives of organisms living in water. എന്താണ് വിവിധ രാസജൈവ പദാർത്ഥങ്ങളുടെ സാന്നിധ്യം മൂലം ജലം മലിനമാകുന്നില്ല. വെള്ളം മലിനമാകുന്ന എങ്ങനെയാണ്? പല രാസജൈവ പദാർത്ഥങ്ങളുടെ സാന്നിധ്യം മൂലം എന്താണ് വെള്ളം മലിനമാകുന്നത് അല്ലെ. ഈ മലിനജലം വിവിധ ആരോഗ്യ പ്രശ്നങ്ങളും രോഗങ്ങളും ഉണ്ടാക്കുന്നു. അപ്പോൾ പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടർ എന്താണ് വിവിധ ആരോഗ്യ പ്രശ്നവും അതുപോലെ രോഗങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. വ്യവസായശാലകളിൽ നിന്നും വീടുകളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ, എവിടെ നിന്നൊക്കെയുള്ള മാലിന്യങ്ങളാണെന്ന് നോക്കിയാൽ വ്യവസായശാലകളിൽ നിന്ന്, ഫാക്ടറീസിൽ നിന്നും, ഹൗസിൽ നിന്നുമില്ല, വീടുകളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, കീടനാശിനികൾ, മറ്റു രാസവസ്തുക്കൾ, പെട്രോളിയം എന്നിവ ജല മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട് അല്ലെ. ജലത്തിൽ ഓക്സിജന്റെ അളവ് കുറയുന്നത് മലിനീകരണം മൂലമാണ് അല്ലെ. ജലത്തിൽ ഓക്സിജന്റെ അളവ് കുറയുന്നത് എന്താണ്? മലിനീകരണം മൂലമാണ്. ഇത് ജലത്തിൽ വസിക്കുന്ന ജീവികളുടെ ജീവന് തന്നെ എന്താണ്? ഭീഷണിയാണ് അല്ലെ. അപ്പൊ ജലത്തിൽ ഓക്സിജൻ അളവ് കുറഞ്ഞാൽ എന്താണ്? ജലത്തിൽ ജീവിക്കുന്ന ജീവികളുടെ എന്താണ്? ചത്തുപോകും അല്ലെ. അപ്പൊ അതെന്താണ്? ആ ജീവികളുടെ ജീവന് തന്നെ ഭീഷണിയാണ് അല്ലെ. അപ്പൊ ഈ ജലത്തിൽ ഓക്സിജൻ കുറയാനുള്ള കാരണം എന്താണ്? ഈ പൊല്യൂഷൻ ആണ് അല്ലെ. ഓക്കെ, അപ്പൊ എന്താണ്? വാട്ടർ ബിക്കംസ് പൊല്യൂട്ടഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് വേരിയസ് കെമിക്കൽസ് ആൻഡ് ഓർഗാനിക് സബ്സ്റ്റൻസസ്. പൊല്യൂട്ടഡ് വാട്ടർ കോസസ് വേരിയസ് ഹെൽത്ത് ഇഷ്യൂസ് ആൻഡ് ഡിസീസസ്. വേസ്റ്റ് ഫ്രം ഫാക്ടറീസ് ആൻഡ് ഹൗസസ്, പ്ലാസ്റ്റിക് വേസ്റ്റ്, pesticides, other chemicals, petroleum, etc. cause water pollution. The decrease in the level of oxygen in water is due to pollution. This is threat to lives of organisms living in water അല്ലെ. അപ്പോൾ എന്താണ്? വെള്ളത്തിലുള്ള ഓക്സിജന്റെ അളവ് കുറയാനുള്ള കാരണം എന്താണ്? പൊല്യൂഷൻ ആണ് അല്ലെ. അപ്പൊ അതെന്താണ്? ലിവിങ് തിങ്സിന് അല്ലെ, വെള്ളത്തിൽ ജീവിക്കുന്ന ഓർഗാനിസത്തിനൊക്കെ എന്താണ്? ജീവന് ഭീഷണിയാണ്. ഓക്കെ, ഇനി എന്താണ് ഇവിടെ? ആദീസ് ഡയറി നോട്ടാണ് കേട്ടോ. നേച്ചേഴ്സ് ഫെറി 37/2024 അല്ലെ. അവർ ഹൗസ് വാസ് ആൻ ഹിൽ സൈഡ്. അവേഴ്സ് ഈസ് ആൻ ഏരിയ that received a good rainfall. The monsoon rain was lashing down without any stop. It was raining heavily. The water level in the river had also risen. If the water level rose further, our house would be flooded. In the evening, it began to rain severely. There was no electricity. We were afraid of what would happen if the rain continued. We were paying attention to the danger warnings. We noticed that the pets in the houses were disturbed and making unusual noise. Realizing the danger, my parents took us to a relative's house, a short distance away from ours. The rain did not stop. We fell asleep. It was in the early morning that we heard the shocking news. Many people died in landslide. The destructive power of that huge natural disaster washed away our house, school, some friends, relatives and the entire village. അപ്പോൾ ഇവിടെ എന്താണ് ഡയറിയിൽ പറയുന്നത് നോക്കിയാൽ? ആദ്യത്തെ ഡയറിയിൽ പറയുന്നത് എന്താണ്? കലിതുള്ളി പ്രകൃതി അല്ലെ. എന്താണ്? 30/2024. കുന്നിൻ ചെരുവിലായിരുന്നു ഞങ്ങളുടെ വീട്. നന്നായി മഴ കിട്ടുന്ന പ്രദേശമാണ് ഞങ്ങളുടേത്. ഇടവപ്പാതി തോരാതെ പെയ്യുന്നുണ്ട്. ശക്തമായ മഴയാണ്. പുഴയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് അല്ലെ. ഇനിയും ജലനിരപ്പ് ഉയർന്നാൽ എന്താണ്? വീട്ടിൽ വെള്ളം കയറും. സന്ധ്യ ആയപ്പോൾ തീവ്രമായ മഴ തുടങ്ങി. വൈദ്യുതിയും ഇല്ല, കറണ്ട് ഇല്ല അല്ലെ. മഴ തുടർന്നാൽ എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങൾക്ക് ഭയമുണ്ടായിരുന്നു. വീട്ടിലെ വളർത്തുമൃഗങ്ങൾ അസ്വസ്ഥരായി ശബ്ദം ഉണ്ടാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അപകടം മനസ്സിലാക്കി അച്ഛനും അമ്മയും എന്താണ്? ഞങ്ങളെ അല്പം ദൂരെയുള്ള ബന്ധുവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. മഴയ്ക്ക് ശമനമില്ല. ഞങ്ങൾ ഉറക്കത്തിലായി. പുലർച്ചെയാണ് ഞെട്ടിപ്പിക്കുന്ന ആ വാർത്ത ഞങ്ങൾ കേട്ടത്. ഉരുൾപൊട്ടലിൽ നിരവധി പേർ മരണപ്പെട്ടു. ആ വലിയ പ്രകൃതി ദുരന്തത്തിന്റെ സംഹാര ശക്തിയിൽ എന്താണ്? ഞങ്ങളുടെ വീടും വിദ്യാലയവും കുറെ കൂട്ടുകാരും ബന്ധുക്കളും ഒരു ഗ്രാമം തന്നെയും പൂർണ്ണമായും ഇല്ലാതായി. ഇതാണിത് ആദ്യൻ്റെത് അല്ലെ. അപ്പൊ എന്താണ്? മഴ എന്താണ്? ഉരുൾപൊട്ടൽ ഉണ്ടായില്ലേ. അവിടെ കുറെ ആൾക്കാർ മരിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താണ്? അതിൽ അവരുടെ വീട് തന്നെ പോയില്ല. വീടും സ്കൂളും അതുപോലെ കുറെ കൂട്ടുകാരും ബന്ധുക്കളൊക്കെ എന്താണ്? പോയി. അപ്പം ഒരു ഗ്രാമം തന്നെയും പൂർണ്ണമായും ഇല്ലാതായില്ലേ. അപ്പൊ ആദിയുടെ ഡയറിയാണ് ഇതില്ലേ. അപ്പൊ ആദിയുടെ ഡയറി കുറിപ്പ് വായിച്ചല്ലോ. അപ്പൊ ഈ പ്രകൃതി ദുരന്തങ്ങൾ, നാച്ചുറൽ ഡിസാസ്റ്റർ ലോകത്തിന്റെ പല ഭാഗത്തും ഉണ്ടാകാറുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾക്കറിയാവുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാവുന്ന നാച്ചുറൽ ഡിസാസ്റ്റർ എന്തൊക്കെയാണെന്ന് എഴുതാൻ. ലാൻഡ് സ്ലൈഡ്, എർത്ത് ക്വയക്ക്, ഫോറസ്റ്റ് ഫയർ, പിന്നെ എന്തൊക്കെയാ നിങ്ങൾക്ക് അറിയാം? ഉരുൾപൊട്ടൽ, ഭൂകമ്പം, കാട്ടുതീ. പിന്നെന്താ നിങ്ങൾക്ക് അറിയുന്നത്? വേറെ എന്തൊക്കെയാ അറിയാം? എന്താണ്? ലാൻഡ് സ്ലൈഡ്, ഉരുൾപൊട്ടൽ, എർത്ത് ക്വയക്ക്, ഭൂകമ്പം, ഫോറസ്റ്റ് ഫയർ, കാട്ടുതീ. പിന്നെന്താണ്? ഫ്ലഡ്, വെള്ളപ്പൊക്കം, ഡ്രൗട്ട്, വരൾച്ച, സ്റ്റോം, കൊടുങ്കാറ്റ്, സുനാമി, പിന്നെ വോൾക്കാനിക് ഇറപ്ഷൻ, അഗ്നിപർവ്വത സ്ഫോടനം, പിന്നെ ബ്ലിസാർഡ്, മഞ്ഞുവീഴ്ച, പിന്നെന്താണ്? ഹോൾസ്റ്റോം, എന്താണ്? കൽമഴ അല്ലെ. എന്തൊക്കെയാണ് നമുക്ക് എന്താണ് നാച്ചുറൽ ഡിസാസ്റ്റർ. അപ്പോൾ natural disasters cause great damage to the environment and living things. Natural disasters can occur due to natural causes or human interference.
ഓക്കെ, എന്താ ഇവിടെ പറയുന്നത്? പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് എന്താണ് നമ്മുടെ പരിസ്ഥിതിക്കും ജീവജാലങ്ങൾക്കും വലിയ നാശനഷ്ടം ഉണ്ടാക്കുന്നു അല്ലെ. സ്വാഭാവിക കാരണങ്ങളാലോ മനുഷ്യന്റെ ഇടപെടൽ വഴിയോ എന്താണ് നമുക്ക് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവും അല്ലെ. ഈ കൊളാഷ് വായിക്കൂ. കണ്ണൂരിൽ കോഴിക്കോട്ടും റെഡ് അലേർട്ട്. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മഴ വയനാട്ടിൽ റെഡ് അലേർട്ട്. 8 ജില്ലകൾക്ക് ഓറഞ്ച്, റെഡ് അലേർട്ട് 2 ജില്ലകൾക്ക് യെല്ലോ. മഴ കനക്കും 3 ജില്ലകൾക്ക് റെഡ് അലേർട്ട്. ഈ മുന്നറിയിപ്പുകൾ എന്തിനെ കുറിച്ചുള്ളതാണ്? മഴയെ കുറിച്ചിട്ടില്ല അല്ലെ. അപ്പൊ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് ലഭിക്കുക എന്താണ്? ഈ മഴയാണ് മഴയാണ് എന്താ വെള്ളപ്പൊക്കം ഉണ്ടാവും അല്ലെ. അപ്പോൾ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് ലഭിച്ച എന്തെല്ലാം മുൻകരുതലുകൾ നമ്മൾ സ്വീകരിക്കണം, എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? പ്രിക്കോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻകരുതലുകൾ കേട്ടോ. കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ പ്രിക്കോഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിക്കോഷൻസ് എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പ് കേട്ടോ. There are systems to give warnings about natural disasters. If precautions are taken based on these warnings, it is possible to provide protection to life and environment. എന്താ ഇവിടെ പറയുന്നത്? പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ച് മുന്നറിയിപ്പുകൾ നൽകാൻ സംവിധാനങ്ങൾ നിലവിലുണ്ട് അല്ലെ. മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ മുൻകരുതലുകൾ എടുത്താൽ എന്താണ്? ജീവനും പരിസ്ഥിതിക്കും സംരക്ഷണം നൽകാൻ കഴിയും. അപ്പൊ പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ച് മുന്നറിയിപ്പുകൾ നൽകാൻ എന്താണ്? സംവിധാനങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട് അല്ലെ. അപ്പൊ മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ എന്താക്കുക? നമുക്ക് മുൻകരുതലുകൾ എടുത്താൽ എന്താണ്? നമ്മളെ ജീവനും നമ്മളെ പരിസ്ഥിതിക്കും എന്താണ്? സംരക്ഷണം നൽകാൻ കഴിയും. ഓക്കെ, ഇനി എന്താ ഇവിടെ? പ്രൊട്ടക്ഷൻ ഓഫ് എക്കോസിസ്റ്റം. കൗണ്ട്ലെസ് ഓർഗാനിസംസ് ആർ there on land and in sea. How beautiful it is to see them living in harmony with nature. Organisms find their food and habitat from the ecosystem. Ecosystems form the base for life and its diversity. It is our duty to protect our ecosystem. We shall also participate in activities to protect the ecosystem. എന്താ ഇവിടെ പറയുന്നത്? Our health, earth, our future. We ourselves are the protectors. Let's follow green protocol. എന്താ ഇവിടെ പറയുന്നത്? ആവാസ വ്യവസ്ഥകളുടെ സംരക്ഷണമാണ് അല്ലെ. പ്രൊട്ടക്ഷൻ ചെയ്യാണ് എക്കോസിസ്റ്റത്തിലെ. കരയിലും കടലിലുമുള്ള എണ്ണമറ്റ ജീവികൾ അവ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന കാഴ്ച എത്ര മനോഹരമാണ്. ജീവികൾ അവയുടെ ഭക്ഷണവും വാസസ്ഥലവും കണ്ടെത്തുന്നത് ആവാസ വ്യവസ്ഥയിൽ നിന്നാണ് അല്ലെ. എക്കോസിസ്റ്റത്തിൽ നിന്നാണ് അല്ലെ. എക്കോസിസ്റ്റങ്ങളാണ് എന്താ? ജീവന്റെയും ജൈവ വൈവിധ്യത്തിന്റെയും ഒക്കെ നിലനിൽപ്പിനുള്ള ആധാരം അല്ലെ. ആവാസ വ്യവസ്ഥകളുടെ സംരക്ഷണം നമ്മുടെ കടമയാണ് അല്ലെ. അപ്പൊ എക്കോസിസ്റ്റം സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പൊ എക്കോസിസ്റ്റത്തിന്റെ സംരക്ഷണ പ്രവർത്തനങ്ങൾ നമുക്ക് പങ്കുചേരാം. നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി, നാം തന്നെ സംരക്ഷകർ. പാലിക്കാം നമുക്ക് ഹരിതചട്ടങ്ങൾ അല്ലെ. ഇതാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മളെ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. അപ്പൊ എന്താണ്? നിങ്ങൾ നന്നായി പഠിക്കുക. നമ്മൾക്ക് എന്താക്കുക? എല്ലാ ക്വസ്റ്റിനും ആൻസർ ഒക്കെ ചെയ്യുക. പരീക്ഷക്കൊക്കെ നല്ല മാർക്ക് വാങ്ങുക കേട്ടോ. നോക്കില്ല, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ലെറ്റ്സ് ആക്സസ് കണക്ട് ദ ഓർഗാനിസം വിത്ത് ദെയർ ഹാബിറ്റാറ്റ്സ്. ഓർഗാനിസം വെയിൽ, പെൻഗ്വിൻ, സ്പോട്ടഡ് ഡിയർ, ക്യാമൽ അല്ലെ. ഹാബിറ്റാറ്റിൽ ഏതാ? ഫോറസ്റ്റ്, ഓഷ്യൻ, ഡെസേർട്ട്, പോളാർ റീജിയൻ. അപ്പൊ ഏതാ കണക്ട് ചെയ്യുക? വെയിൽ എവിടെയാണ്? ഓഷ്യനിൽ അല്ലെ. പിന്നെ അതുപോലെ പെൻഗ്വിൻ എവിടെയാണ്? പോളാർ റീജിയൻ. സ്പോട്ടഡ് ഡിയർ എവിടെയാണ്? ഫോറസ്റ്റില്. ക്യാമൽ എവിടെയാണ്? ഡെസേർട്ടിലും. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ? Visit an ecosystem in your area and write down the names of the organisms you find there. Find out their interdependence. എന്താ അവിടെ പറയുന്നത്? നിങ്ങളുടെ പ്രദേശത്തെ ഒരു ആവാസ വ്യവസ്ഥ സന്ദർശിച്ച് അവിടെ കാണപ്പെടുന്ന ജീവികളുടെ പേര് എഴുതുക. അവയുടെ പരസ്പര ആശ്രയത്വം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫീൽഡ് പോയി എന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ലിവിങ് തിങ്സിനെ നമ്മൾ കണ്ടു. ഐ സോ ഇൻ ഫീൽഡ് അല്ലേ. ഞാൻ വയലിൽ കണ്ട ജീവനുള്ള ഘടകങ്ങൾ ഏതെന്താണ്? പ്ലാന്റ്സ്. പ്ലാന്റ്സ് പറഞ്ഞാൽ പാഡി, ഗ്രാസസ്, വീഡ്സ്, പീ, ലേഡീസ് ഫിംഗർ, ടപ്പിയോക്ക, ബനാന ട്രീ. സസ്യങ്ങൾ ഏതാ? നെല്ല്, പുല്ലുകൾ, കളകൾ, പയർ, വെണ്ട, കപ്പ, വാഴ. ഇതൊക്കെയാണ് എന്ത്? ഫീൽഡ് കണ്ടത് അല്ലേ. അവിടുത്തെ ഇൻസെക്ട് എന്തൊക്കെയാണ്? ആൻഡ്, ഡ്രാഗൺ ഫ്ലൈ, ഗ്രാസ് കോപ്പർ, ബട്ടർഫ്ലൈ, ബീറ്റിൽ അല്ലെ. പ്രാണികൾ ഉറുമ്പ്, തുമ്പി, പുൽച്ചാടി, പൂമ്പാറ്റ, വണ്ട് അല്ലെ. ഇനി ബേർഡ്സ് എന്തൊക്കെയാണ് അവിടെ കണ്ടത്? ഐക്കോസിസ്റ്റിൽ കണ്ടത്? ബേർഡ്സ് ക്രെയിന്, ക്രോസ്, സ്പാരോ, കിങ്ഫിഷർ, പാരറ്റ്, വാട്ടർ ഹെൻ, മൈന അല്ലെ. പക്ഷികൾ കൊക്ക്, കാക്ക, കുരുവി, പൊന്മാൻ, തത്ത, കുളക്കോയി, മൈന. ഇനി അതർ ഓർഗാനിസംസ് എന്തൊക്കെയാ ഫീൽഡിലുള്ള? ഫ്രോഗ്, ഫിഷ്, ക്രാബ്, റാറ്റ്, സ്നേക്ക്, ബാറ്റ് അല്ലെ. മറ്റു ജീവികൾ തവള, മത്സ്യം, ഞണ്ട്, എലി, പാമ്പ്, വവ്വാൽ. സ്മോൾ ഓർഗാനിസംസ് എർത്ത് വോം, സ്നെയിൽ, ലേഡിബഗ്, പിന്നെന്താ? ക്രിക്കറ്റ്, കാറ്റർപില്ലർ, സെന്റിപ്പിഡി, മില്ലിപ്പിഡി അല്ലെ. ചെറുജീവികൾ എന്താ? മണ്ണിര, വെച്ച്, പൊന്നാമ, പിന്നെന്താണ്? ചീവീട്, പുഴു, പഴുതാര, തേരട്ട അല്ലെ. ഇതൊക്കെയാണ് എന്ത് അവിടെ കണ്ടത്. അപ്പൊ അതിന്റെ ഡിപ്പെൻഡൻസ് എങ്ങനെയാണ് വരുന്നത് നോക്കിയാൽ, ഗ്രാസ് ഹോപ്പേഴ്സ് ആൻഡ് അതർ ഇൻസെക്ട് ഈറ്റ് പാഡി ആൻഡ് അതർ പ്ലാന്റ്സ് അല്ലെ. പുൽച്ചാടികളും മറ്റു പ്രാണികളും എന്താണ്? നെല്ലും മറ്റു സസ്യങ്ങളും ഭക്ഷണമാക്കുന്നു. സം ബേർഡ്സ് ഈറ്റ് ഇൻസെക്ട്സ് ലൈക്ക് ഗ്രാസ് ഹോപ്പേഴ്സ് ആൻഡ് ബട്ടർഫ്ലൈസ്. എന്താണ്? പുൽച്ചാടി, പൂമ്പാറ്റ പോലുള്ള പ്രാണികളെ ചില പക്ഷികൾ കഴിക്കുന്നു. സം ബേർഡ്സ് ഈറ്റ് സ്മോൾ ക്രീച്ചേഴ്സ് ആൻഡ് ഫിഷസ്. എന്നാൽ ചില പക്ഷികൾ മത്സ്യങ്ങളെയും ചെറു ജീവികളെയുമാണ് കഴിക്കുന്നത് അല്ലെ. പിന്നെ ഫ്രോഗ്സ് ഈറ്റ്സ് ഇൻസെക്ട് ആൻഡ് ഫിഷസ്. തവളകൾ പ്രാണികളെയും മത്സ്യങ്ങളെയും കഴിക്കുന്നു.
സ്നേക്സ് ഈറ്റ് ഫ്രോഗ്സ് ആൻഡ് റൈറ്റ്സ്. പാമ്പുകൾ തവളകളെയും എലികളെയും കഴിക്കുന്നു. ഡെഡ് ആൻഡ് ഡീക്കേയിങ് അനിമൽസ് റിട്ടേൺ ഇൻ ദ സോയിൽ ബിക്കംസ് ഫെർട്ടിലൈസേഴ്സ് വിച്ച് ഹെൽപ്പ് ദ പ്ലാന്റ്സ് ഗ്രോ അഗെയിൻ. ചത്തതും ചീഞ്ഞ് അഴുകുന്നതുമായ മൃഗങ്ങൾ മണ്ണിലേക്ക് പ്രവേശിക്കുന്നത് വളമായി മാറുന്നു. ഇത് സസ്യങ്ങൾ വീണ്ടും വളരാൻ സഹായിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താ? റീഡ് ദ ടേബിൾ ബിലോ ആൻഡ് കണക്ട് ദ ഓർഗാനിസം ആൻഡ് ഇറ്റ്സ് അഡാപ്റ്റേഷൻ. എന്താണ് ഈ താഴെയുള്ള ഈ ടേബിളിൽ താഴെ കാണുന്ന ജീവികളെ അവയുടെ അനുകൂലനവുമായി വരച്ച് യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഫ്രോഗ് എന്താണ് നോക്കിയേ, ഫ്രോഗ് ചെകിളപ്പൂക്കളുടെ സഹായത്തോടെ ശ്വസിക്കുന്നു. അല്ല, അപ്പൊ എന്താണ് ഈ ടേബിൾ എന്താണ് കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ എങ്ങനെ ചെയ്യാം നമുക്കിത് നോക്കൂ. ബ്രീത്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗിൽസ്. അപ്പോൾ ഈ ഫ്രോഗ് ഗിൽസിന്റെ സഹായത്തോടെയാണോ? അല്ല, ഫിഷ് ആണ് എന്ത് ബ്രീത്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗിൽസ് അല്ലേ. അപ്പൊ അതെന്താക്കുക, അത് ഓരോന്ന് യോജിപ്പിക്കാനാണ് പറഞ്ഞത്. നമുക്ക് യോജിപ്പിക്കുക. നോക്കൂ, ഫിഷ് എന്താണ് ബ്രീത്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗിൽസ് അല്ലെ, ചെകിളപ്പൂക്കളുടെ സഹായത്തോടെ ശ്വസിക്കുന്നു. അപ്പൊ ഫ്രോഗ് എന്താ വരുന്നത്? ബ്രീത്ത് ത്രൂ ദ സ്കിൻ അല്ലെ, ത്വക്കിലൂടെയാണ് എന്ത് ശ്വസനം നടത്തുന്നത്. പിന്നെ അടുത്ത് നോക്കിയേ ഈ ഇത് അല്ലെ, ലീവ്സ് ഹാവ് വാക്സി കോട്ടിംഗ് അല്ലെ, ഇലകൾക്ക് മെഴുകു പോലുള്ള വസ്തുവിന്റെ ആവരണമുണ്ട്. ഇനി ക്യാമലിന്റെ എന്താ വരുന്നത്? ഇതാ ഈ പൊസസ് ഫ്ലാറ്റ് ഫീറ്റ് ദാറ്റ് ഡു നോട്ട് സിങ്ക് ഇൻ സാൻഡ് അല്ലെ, മണലിൽ പുതഞ്ഞു പോകാത്ത പരന്ന പാദങ്ങളുണ്ട്. പിന്നെന്താണ് അടുത്തത്? ഇത് നോക്കിയേ, സ്റ്റോർ വാട്ടർ ഇൻ ദ സ്റ്റെം. ഇത് അല്ലെ തണ്ടിൽ എന്താണ് ജലം ശേഖരിച്ചു വെക്കാൻ കഴിയുന്നു. അപ്പൊ ഇത് ഏതൊക്കെയാന്ന് മനസ്സിലായല്ലോ അല്ലെ. അപ്പൊ നിങ്ങൾ എന്താക്കുക, നന്നായി പഠിച്ചിട്ട് നിങ്ങൾ എന്താക്കുക, നിങ്ങൾ കാണാപ്പാഠം പഠിക്കരുത്. കാണാപ്പാഠം പഠിച്ചാൽ നമുക്ക് എന്താണ് അത് മറന്നു പോകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നന്നായി ടീച്ചറോടെ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. താങ്ക്